വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ജീവിതങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കൂടിയാണ് ശ്രീ രമേശ് വിശാലടിയെ നിയമസഭാ പുസ്തകോത്സവ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ ബാബു രാമചന്ദ്രൻ ന്യൂസ് ടെലിവിഷൻ രംഗത്ത് വ്യത്യസ്തമായ അവതരണ ശൈലി കൊണ്ടും ആശയം കൊണ്ടും ജനശ്രദ്ധ നേടിയ വല്ലാത്തൊരു കഥ എന്ന പ്രോഗ്രാമിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ശ്രീ ബാബു രാമചന്ദ്രൻ സാറിനെയും വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബാബു രാമചന്ദ്രൻ നമസ്കാരം. നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ നല്ലവരായ സുഹൃത്തുക്കൾക്കും വിനയം നിറഞ്ഞ നമസ്കാരം. ഞങ്ങളുടെ രണ്ടുപേരുടെയും നമസ്കാരം. ഇതൊരു നമ്മൾ വളരെ കാഷ്വൽ ആയിട്ടുള്ള സംസാരമാണ് ഉദ്ദേശിക്കുന്നത്, അത്ര വലിയൊരു താത്വികമൊന്നുമല്ല. പക്ഷെ എന്നാലും പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കൊരു വൺ കോട്ടിന്റെ ആധികാരികത തുടങ്ങാല്ലേ. പണ്ട് ബർണാഡ് ഷാ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ബുദ്ധി ഉണ്ടാകുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ബുദ്ധി ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കുന്നത്. എത്ര പേര് കേട്ടിട്ടുണ്ട് ആ കോട്ട്? ഉണ്ട്, അങ്ങനെ കോട്ടുണ്ട്. അപ്പൊ നമ്മള് പലരുടെയും മനസ്സുകളിൽ നമുക്കുണ്ടാകുന്ന ഇമേജ്, ഇംപ്രഷൻ, ഇതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? അതെ, ഇത് വളരെ പ്രസക്തമായിട്ടുള്ള വിഷയമാണ്. അതിന്റെ കാരണം ഇന്ന് ബാബു ഞാനും രാവിലെ കണ്ടതിന് ശേഷം മിക്ക ഇതുപോലെയുള്ള ചർച്ചകൾക്കും ഇതിന്റെ വിഷയം എന്താണ് എന്ന് കൂടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് സംസാരിച്ച സമയത്ത് എന്തിനെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കേണ്ടത്? ഈ സമീപകാലത്ത് ചില പുസ്തകോത്സവങ്ങളൊക്കെ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്തു. അപ്പൊ എന്തിനെ കുറിച്ചായിരിക്കും ഞങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ടത്? എന്തായാലും പറഞ്ഞിട്ട് മോശമാവരുത് എന്ന് ബാബുവും പറഞ്ഞു, ഞാനും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതാണ് ഈ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ബാധ്യത ഓരോ വേദി കയറുന്ന ആൾക്കും സാധാരണതയിൽ ജീവിക്കുന്ന ആൾക്കും വലിയ തോതിൽ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചോദിക്കുന്നത്. അപ്പം ബാബു പറഞ്ഞ ഈ പ്രതിച്ഛായ എന്ന വിഷയം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത്, അതൊക്കെ വർത്തമാനകാലത്തിൽ ഒരു ഇച്ചിരി പ്രാധാന്യത്തോടെ നിൽക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. ഒരു ഇമേജ് അല്ല, നമ്മുടെ മനസ്സിൽ നമ്മളെ പറ്റിയുള്ള ഇമേജ്, അല്ലെങ്കിൽ നമ്മൾ മാറ്റിയെടുത്തിട്ടുള്ള ഇമേജ്, അല്ലെങ്കിൽ ലോകം നമ്മളെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഇമേജ്, നമുക്ക് മാറാൻ പറ്റാത്ത ഇമേജ്. അടിച്ചേൽപ്പിച്ച് നമുക്ക് നമ്മുടെ പൊതുസമൂഹം തരുന്ന ചില ഇമേജുകളുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ എളുപ്പത്തിൽ പറയാം. ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റീമി ടോമി പാട്ട് പാടുന്നുണ്ട്, KS ചിത്ര ചേച്ചി പാട്ട് പാടുന്നുണ്ട്. റീമി ടോമിക്ക് അത്യാവശ്യം നല്ല പൂച്ചക്കണ്ണ് വെക്കാനും ഒരു കോണ്ടാക്ട് ലെൻസ് വെക്കാനും മുടി കളർ ചെയ്യാനും അത് ചുരുട്ടിയെടുത്ത് ഇങ്ങനെ വെക്കാനും പല സൈഡിൽ വെക്കാനും എല്ലാം വെക്കണം. ഇത് കണ്ടിട്ട് ചിത്ര ചേച്ചി നാളെ ഒരു സ്റ്റേജിൽ ഒരു ചെറിയ പൂച്ചക്കണ്ണും മുടി ഒന്ന് കളർ ചെയ്ത് ഒന്ന് ചുരുട്ടിയിട്ടുണ്ട് വന്നാൽ അതോടുകൂടി ആ ഗാനങ്ങൾക്ക് ചിത്ര ചേച്ചി വന്നില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പം ഒരാൾ എന്ത് ചെയ്യാം, എന്തൊക്കെ ചെയ്യാം, ഒരാൾക്ക് ഇത്രയൊക്കെ ആകാം, മറ്റൊരാൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല, ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ സമൂഹം നമ്മുടെ പുറത്ത് അടിച്ചേൽപ്പിക്കുന്നതായ ചില ഇമേജുകൾ, അല്ലെങ്കിൽ നമുക്കില്ലാത്ത കാര്യങ്ങൾ നമുക്കുണ്ട് എന്ന് സമൂഹത്തിനെ തോന്നിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിട്ടാണ് ഈ ഇമേജുകൾ നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു PR പ്രതിച്ഛായ അങ്ങനെ നിലനിർത്താനുള്ള ബാധ്യത എന്തുകൊണ്ടാണ്? അപ്പോൾ സെലിബ്രിറ്റികൾക്ക് പ്രത്യേകിച്ചും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ചും അത് നമ്മുടെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ഒരു സാധാരണ ആളെ സംബന്ധിച്ചിടത്തോളം അവനെ കല്യാണം ആലോചിക്കുമ്പോൾ പെണ്ണുവീട്ടുകാരി ചെന്ന് പറയുന്ന ഒരു ചെറിയ ഇമേജ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ കാര്യമായ ഒരു വിഷയമായി വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ, ഒരു രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കെല്ലാം ഇമേജ് എന്ന് പറയുന്നത് അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇതിന്റെ പ്രത്യാക്രമണം ഉണ്ടാക്കും. ഫസ്റ്റ് ഒരുത്തന്റെ ഇമേജ് മേറ്റ് തട്ടാൻ നമ്മുടെ സന്ദേശ സിനിമയിൽ പറയുന്ന പോലെ ഒരാളുടെ ഇമേജ് കളഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഒരാളുടെ വലിയ തോതിലുള്ള ആസറ്റ് കളഞ്ഞെടുക്കലായിട്ട് ഉള്ള കാര്യമാണ്. അയാളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അയാളുടെ ഇമേജ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതിലൂടെ നമ്മുടെ അധികാരം, പണം, പ്രശസ്തി, ഒരുപാട് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നതുകൊണ്ടാണ് ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു ചിലത് ബാധ്യതയായിട്ട് മാറുന്നില്ല ചില സമയത്ത്. അങ്ങനെ ചെയ്തേ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റുമോ എന്ന് ഒരു വാശി. അതാണ് ഞാനിപ്പോ ചിത്ര ചേച്ചിയുടെ ഉദാഹരണം പറഞ്ഞ, അത് വലിയ ബാധ്യതയാണ്. അതിപ്പോ ഞാൻ ചിലപ്പം ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് എനിക്കൊരു രാഷ്ട്രീയം തുറന്നു പറഞ്ഞ ആളാണല്ലോ ഞാൻ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർ, നീ സിനിമാ നടൻ എന്തിനാ രാഷ്ട്രീയം പറയാൻ പോകുന്നത്, നീ നിന്റെ കാര്യം നോക്കിയാൽ പറയുന്നൊക്കെയുള്ള കമന്റുകൾ ഞാൻ എത്രയോ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് എന്തിനാണ് ഒരാൾ പറയുന്നത്, അല്ലെങ്കിൽ ഒരാൾക്ക് ഇന്ന കാര്യങ്ങൾ
പറയാം എന്ന് സമൂഹം അറിഞ്ഞോ അറിയാതെയോ ഒരു മെറിറ്റ് ഇടുന്നുണ്ട് എല്ലാവർക്കും. ഈ സിനിമാ നടൻ എന്നത് പിഷാരടിയുടെ ഒരു ഫേസ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഫേസ് മാത്രമാണ്. അത് മാത്രമാണ് പിഷാരടി ആരും തീരുമാനിക്കുന്നത്. അങ്ങനെയല്ല, അത് ഞാൻ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സോപ്പ് പൊടി ഉണ്ടാക്കുന്ന സർഫ് കമ്പനി നാളെ ഒരു ചായപ്പൊടി തുടങ്ങിയാൽ ഈ ചായപ്പൊടി എത്ര നല്ലതാണേലും ഇത് കുടിക്കുമ്പോൾ ഒരു പത ഫീൽ ചെയ്യാതെ കുടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വലിയ ബാധ്യതയാണ്. എത്ര നല്ല ചായപ്പൊടിയാണ് ഇവർ ഇറക്കുന്നെങ്കിൽ, ഏറ്റവും നല്ല തൈലത്തോട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ല തൈലപ്പൊടി ഇറക്കിയാലും ഇതിനകത്ത് പത കണ്ടാൽ നമ്മളൊന്ന് പേടിക്കും, ദൈവമേ ഇത് ഇന്നതാണല്ലോ സാധനം എന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ് കുടി നിർത്തുന്ന ഒരാൾക്ക് ഈ കുടി നിർത്തുന്ന പലരും വലിയ ദൈവവിശ്വാസത്തിലോട്ടും ഭക്തിയിലോട്ടും പോകുന്നത്. ഇവൻ നിർത്തിയിട്ട് നോർമലായിട്ട് വിശ്വസിച്ചാൽ ഇവന്റെ മറ്റേ ഐഡന്റിറ്റി ഇവന്റെ നിന്ന് പോവില്ല. ഇവൻ വേറൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി ഇവന്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചെങ്കിലേ ഈ കുടിയെന്നുള്ള നമ്മുടെ ഇതിലേതാ പ്രാഞ്ചേട്ടൻ സിനിമയിൽ പറയുന്നുണ്ടല്ലോ, പുള്ളി എന്തോരം സ്വർണം വിറ്റ് എന്തൊക്കെയായാലും അവസാനം ഈ അരിപ്രാഞ്ചി അവിടെ കിടക്കുക. അപ്പൊ ഇതൊരു വലിയ ബാധ്യതയാകുന്നതുകൊണ്ടാണ് വേറൊരു വലിയ ഐഡന്റിറ്റിയിലേക്ക് പോകുന്നത്. നമുക്കിത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഒരു ഇമേജ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ ആൾക്കാരുടെ മുന്നിൽ നമ്മളെ അവതരിപ്പിക്കുന്നതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇപ്പോഴിപ്പോ നിങ്ങൾ ഇതിനിടയിൽ PR എന്ന് പറഞ്ഞല്ലോ, അത് പലപ്പോഴും താൻ ചെയ്യുന്ന ജോലി ഉണ്ടല്ലോ, വല്ലാത്തൊരു കഥ എന്ന് പറയുന്നത്, അവിടെ ഫിക്ഷന് വലിയ പ്രസക്തിയുണ്ട്. ഒരു പുസ്തകോത്സവം നടക്കുമ്പോൾ നമ്മൾ അതുകൂടെ പറയണമല്ലോ. ആദ്യം ഞാൻ ഇതിനിടയിൽ ഒരു പരസ്യം കയറ്റിക്കോട്ടെ. അല്ല, അത് ഞാൻ ഷംസീറിനെ കുറിച്ചാണ് എനിക്ക് പറയുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീറിന്റെ ഒരു ഇനീഷ്യേറ്റീവാണ് ഈ പുസ്തകോത്സവം എന്ന് പറയുന്നത്. ഞാനിപ്പം മുകളിൽ പറഞ്ഞു, നമ്മുടെ വലിയ മാധ്യമ സ്ഥാപനങ്ങളാണ് പലപ്പോഴും ഇത് നടത്തി കണ്ടിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യം 100% സാക്ഷരത കൈവരിച്ച ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മുടെ നിയമസഭയ്ക്കകത്ത് അല്ലെങ്കിൽ നിയമസഭ നടത്തുന്ന ഒരു പരിപാടി പുറത്തൊരു ഓഡിറ്റോറിയത്തിലല്ല, നിയമസഭയ്ക്ക് അകത്ത് വെച്ച് ഇത്തരത്തിലൊരു പുസ്തകോത്സവം നടത്തുന്നു എന്ന് പറയുന്നത് വലിയ പുതുമയുള്ള കാര്യമാണ്. അത് ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. കാരണം അതിൽ ഇവിടെ നടക്കുന്നത് ഒരു ആശയങ്ങളുടെ കൈമാറ്റമാണ്. അത് മാത്രമല്ല, നിയമസഭ പലർക്കും ദൂരെ നിന്ന് കാണുന്ന ഒരു കെട്ടിടം എന്നതിലുപരി ഇതിനുള്ളിലേക്ക് കയറി വരാനുള്ള അവസരം കൂടിയാണല്ലോ. അതെ, ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ നല്ല ഒരു ഇനീഷ്യേറ്റീവായിട്ടാണ് എനിക്കത് തോന്നുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇമേജിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ഇമേജ് പലപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് സമൂഹത്തെ ഇംപ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സമൂഹത്തെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണോ, അതോ സമൂഹം നമ്മളെ കയറി കൺകൂർ ചെയ്യുകയാണോ ചെയ്യുന്നത്? ഇതിലൊരു കാര്യമുള്ളത്, ഈ സമൂഹത്തിന്റെ നിർവചനത്തിനനുസരിച്ച് ഇത് വലിയ മാറ്റം വരും. അതായത് നമ്മുടെ വിചാരം ആളുകൾ കൂടി സമൂഹം ഉണ്ടാകുന്നു എന്നുള്ളതാണല്ലോ. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ഓൾറെഡി ഒരു സമൂഹമുണ്ട്. ജനിക്കുന്ന ഓരോ കുഞ്ഞിനെയും 10-20 വർഷം ട്രെയിൻ ചെയ്ത് അതിനകത്തോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. സമൂഹം ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ ഈ സമൂഹം രൂപീകരിക്കപ്പെടുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഇപ്പം ഇവിടെ തന്നെ കണ്ടു, ഹരാരയുടെ ഒക്കെ ബുക്കുകൾ ഇരിക്കുന്നുണ്ട്. അതേ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ചിമ്പാൻസിയും ഒരു മനുഷ്യനും കൂടെ ഫൈറ്റ് ചെയ്താൽ ചിമ്പാൻസി ജയിക്കും, മനുഷ്യൻ തോറ്റുപോകും. പക്ഷെ 100 ചിമ്പാൻസി 100 മനുഷ്യനും കൂടെ ഫൈറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും മനുഷ്യന്റെ ടീം ജയിക്കും. കാരണം മനുഷ്യന്റെ ടീമിന് ഒരു കോർഡിനേഷൻ കപ്പാസിറ്റി ഉണ്ട്. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിലെ വന്നോ പിടിച്ചു അടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭാഷ കൊണ്ടോ അല്ലെങ്കിലും നമുക്കുള്ളൊരു കോർഡിനേഷൻ, നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമുക്ക് പരസ്പരം ഒരു വലിയ സംഘത്തോട് ഒറ്റയടിക്ക് ഒരു കാര്യം പറയാനുള്ള സ്കില്ലെന്ന് പറയുന്നത് മറ്റൊരു ജീവിക്കും ഇല്ലാത്ത രീതിയിൽ മനുഷ്യനുണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ സ്കില്ലുള്ള കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ഓരോ സമൂഹങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആദ്യം അത് ജോഗ്രഫി ആയിരുന്നു. ജോഗ്രഫിക്കലി ഒരിടത്ത് താമസിക്കുന്ന ആളുകൾ എന്ന നിലയിൽ അവരെല്ലാം കൂടെ ഒരു സമൂഹമാണ്. ഒരു സമൂഹത്തിന് എപ്പോഴും പൊതുവായിട്ട് എന്തെങ്കിലും വേണം. ഈ പൊതുവായ ഘടകമാണ് ഇവരെ ഒരു സമൂഹമായിട്ട് നിർത്തുന്നത്. അപ്പം ആദ്യം ഒരിടത്ത് താമസിക്കുന്നവരായിരുന്നു. പിന്നീട് വലിയ ഓഫറുകൾ കൊടുത്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളും മതങ്ങളും നടന്നു വരുന്നത്. അത് മതമാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഓഫർ ചെയ്യുന്നുണ്ട്. മരണാനന്തര ജീവിതത്തിലും ഈ ജീവിതത്തിലും അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും അതുമൊക്കെ ആയിട്ട് എല്ലാ മതങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഹിറ്റ്ലർ ജർമ്മനിയിലെ ജനതയ്ക്ക് സ്വപ്ന തുല്യമായൊരു കാര്യം പട്ടേന്ന് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് റെഡിയാക്കി തരാമെന്ന് പറയുന്ന ഓഫറിങ്ങിലാണ് പുള്ളി അധികാരത്തിലേക്ക് വന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, അതിനുവേണ്ടി ഇപ്പം ഒരു മതത്തെ വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയായി മാറുന്നു. രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ അതാത് പാർട്ടിയിലുള്ള ഒരു ചെറു സംഘമായി മാറുന്നു. ഭാഷ പറയുന്നത് കൊണ്ടാകുന്നു. ഇവിടുന്ന് പറയുമ്പം ആദ്യം തിരുവനന്തപുരംകാരൻ, പിന്നെ കേരളീയൻ, അവിടുന്ന് ഭാരതീയൻ എന്ന് പറഞ്ഞു പോകുന്ന പോലെ ജാതി, മതം, രാഷ്ട്രീയം, തൊഴില്, അങ്ങനെ പല ഘടകങ്ങൾ കൊണ്ട് നമ്മൾ സമൂഹങ്ങളാകുന്നുണ്ട്. ഈ സമൂഹം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് അതിന്റെ ഒരു ലീഡർഷിപ്പിലുള്ളവർ തീരുമാനിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സമൂഹം നമ്മളെ സ്വാധീനിക്കുന്നത്
നമ്മൾ സമൂഹത്തിനെയാണോ സ്വാധീനിക്കുന്നത് എന്നുള്ള ചോദ്യത്തില് നമ്മളെ രണ്ടിനെയും കൂടെ സ്വാധീനിക്കുന്ന വേറെ ചില ഘടകങ്ങളുണ്ട്. അവരുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ ഞാൻ അതിലേക്കാണ് വരാൻ പോകുന്നത്. അതായത് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മത്സരിക്കാനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല MLA സ്ഥാനത്തേക്ക്. പാർട്ടി പറഞ്ഞപ്പോൾ ഞാൻ അനുസരിച്ചു. അല്ലെങ്കിൽ അപ്പൊ ഈ പാർട്ടി എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റില്ല. ആക്ച്വലി അദൃശ്യമായിട്ടുള്ള സാധനമാണ് പലപ്പോഴും അത്. അപ്പൊ ആ ഒരു ചിലപ്പോൾ പലപ്പോഴും ഈ അദൃശ്യമായിട്ടുള്ള ശക്തികളെയാണ് അതാ ഞാൻ ഇതിനെ സ്വാധീനിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അതിപ്പോ ദൈവം നിന്നെ ശപിക്കും എന്ന് നമ്മൾ എന്ത് പറയുന്നത്? ദൈവം നമ്മൾ പറഞ്ഞ ഉടനെ കേൾക്കുമോ? നീ എന്നാലും ഇത് എന്നോട് ചെയ്തല്ലോ, എനിക്ക് നിന്നെ ഒന്നും ചെയ്യാനില്ല, നിന്നെ ദൈവം ശപിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയാൽ എന്റെ ജോലിക്കിരിക്കാനാണോ ദൈവം എന്ന് ചോദിച്ചതുപോലെ ദൈവം എന്ന് പറയുന്ന പോലെ ഒന്നാണ് ഒരു നമ്മളിപ്പോ പറഞ്ഞു. ഇപ്പൊ പാർട്ടി പറയുന്നത് ഞാൻ കേൾക്കുന്ന എല്ലാ പാർട്ടിക്കാരും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു എൻറ്റിറ്റി, പാർട്ടി എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഇല്ല. അതിന്റെ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ് പാർട്ടി. താഴെ നിന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. അവര് വട്ടം കൂടി തീരുമാനിക്കുന്നത് തന്നെയാണ് അവരുടെ തീരുമാനവും പാർട്ടിയുടെ തീരുമാനവുമായിട്ട് എപ്പോഴും വരാൻ പറ്റുള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു പാർട്ടിക്ക് നിന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കണ്ണെത്താതെ ദൂരത്ത് പരങ്ങണം. അതിനൊരു ഏകകണ്ഠമായ തീരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പാടാണ്. നമ്മള് തിരിച്ച് ഇമേജിലോട്ട് വരികയാണെങ്കിൽ പിഷാരടിയുടെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സിനിമയുടെ അകത്ത് ഒരു അമർ അക്ബർ ആന്റണിയിലാണെന്ന് അമർ അക്ബർ ആന്റണിയിലാണെന്ന് നല്ലവനായ ഉണ്ണി എന്ന് പറയുന്നത് ഇപ്പൊ ആൾക്കാർക്ക് പെട്ടെന്ന് നല്ലവനായ ഉണ്ണി എന്നുള്ള പിഷാരടി ഓർമ്മ വരാം. അത് തന്നെ ഒരു ആ പദപ്രയോഗത്തിന്റെ നിരർത്ഥകതയെ ബോധിപ്പിക്കുന്ന ഒരു കൺസ്ട്രക്ഷനാണ് സിനിമയുടെ അല്ലേ? അത് ചെയ്തപ്പോ എന്തായിരുന്നു അതിന്റെ ഒരു അനുഭവം? അത് നല്ലവനായ ഉണ്ണിമാര് നമ്മുടെ ഇടയിൽ ഒരുപാട് ഉണ്ടെന്നേ. ഒരുപാട് ആളുകൾ നമ്മൾ വിചാരിക്കുന്ന യുവനോ എന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും ഇവൻ ചെയ്തു എന്ന് കേൾക്കുമ്പോഴാണ് ഒരു സമാധാനം നമ്മൾ അറിയുന്നത് ഇവർ ഇത്തരത്തിലുള്ള ആൾക്കാരാണെന്നുള്ളത്. അതിനെ റെപ്രസെന്റേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നല്ലവനായ ഉണ്ണി എന്ന് പറയുന്ന കഥാപാത്രത്തിനെ അതിനകത്ത് ഉണ്ടാക്കിയതും. അയാൾക്ക് ചെറിയ പൊതുബോധ്യങ്ങളുടെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം വസ്ത്രധാരണമൊക്കെ വലിയ ചർച്ച കിടക്കുന്നത്. അയാൾ ഷെയർവാണി ഇട്ടുകൊണ്ട് ICUയിൽ പോയിട്ടുണ്ട് അതേ സിനിമയിൽ തന്നെ. അപ്പം അങ്ങനെ വളരെ നല്ല ഇമേജ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഉണ്ട്. അതിന്റെ കാര്യം നമ്മുടെ പല തീരുമാനങ്ങളും, നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ബാബു നല്ല ആളാണോ ചീത്ത ആളാണോ എന്ന് എനിക്ക് ബാബുവിനെ കുറിച്ച് 10 പേര് പറഞ്ഞ ഒരു അഭിപ്രായത്തിൽ നിന്നാണ് ഞാൻ കൺക്ലൂഡ് ചെയ്തെടുക്കുന്നത്. ചിലപ്പോൾ ഞാൻ ബാബുവിനെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. കാരണം എല്ലാവരും കണ്ടിട്ടില്ല. ഇപ്പം മമ്മൂട്ടി അഹങ്കാരിയാണ്, ഇന്നയാൾ ഇതാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നതിൽ പലരും നമ്മൾ ആരും ഇവരെയൊന്നും കാണുകയോ മിണ്ടുകയോ ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന് ഇന്ദ്രൻ ചേട്ടനെ ഒരിക്കലും എന്ത് നമ്മൾ ദ്രോഹിച്ചെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് നമ്മൾ റൂഡായിട്ട് പെരുമാറാൻ പറ്റില്ല എന്നൊരു വിചാരം നമ്മൾ ഇവരെ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നത്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഡാറ്റകളിൽ പകുതിയും ഫേക്കാണ്. ഒരു ഡാറ്റ ഫ്ലഡ്, ഇൻഫർമേഷൻ ഫ്ലഡ് എന്ന് പറയുന്നതാണ് സംഭവിച്ചിരിക്കുന്നത്. അത്രയധികം ഇൻഫർമേഷൻ എല്ലാ ദിവസവും വരും. അതിനകത്ത് കൃത്യമായ ഡാറ്റ പറയുന്നതിനകത്ത് എപ്പോഴും ഒരു പഠനം ആവശ്യമുണ്ട്. ബാബു ഇപ്പൊ ഒരു പരിപാടി വല്ലാത്തൊരു കഥ എന്ന് പറഞ്ഞൊരു കഥ ചെയ്യുമ്പോൾ ഇപ്പൊ സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്തിരുന്ന് പറയുന്നുണ്ട്. അപ്പോ ബാബുവിന് ഇതിന്റെ കറക്റ്റ് പഠനം ആവശ്യമാണ്, അനാലിസിസ് ആവശ്യമാണ്, റെഫറൻസ് ആവശ്യമാണ്. ഇത് കൺക്ലൂഡ് ചെയ്ത് ഭംഗിയായിട്ട് പറയണം. എനിക്ക് വായി തോന്നിയത് അപ്പൊ തന്നെ ആദ്യം തന്നെ ഞാൻ പറയുന്നതിന് എനിക്ക് ഒരു റെഫറൻസിന്റെ ആവശ്യമില്ല. അപ്പം ഈ ഫേക്ക് ന്യൂസ് വായിൽ തോന്നിയതെന്ന് പറയുന്നത് വളരെ ചീപ്പും എഫേർട്ട്ലെസ്സുമാണ്. അതിന്റെ ഒരു വലിയ ആധിക്യം കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാഥമികമായ ആവശ്യങ്ങളിൽ നിന്ന് ചെറുതായിട്ട് വിട്ടുപോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ആദ്യം നടക്കുന്നു, അതിനെക്കുറിച്ച് ഫേസ്ബുക്ക് മുഴുവൻ ചർച്ച നടക്കുന്നു. അത് കഴിയുമ്പം റിയാലിറ്റി ഷോ ബിഗ് ബോസിലെ ഒരു വിന്നറും ഒരു ക്യാമറമാനുമായിട്ട് തർക്കം ഉണ്ടാകുന്നു. നമ്മൾ അതിലും നമ്മുടെ അഭിപ്രായങ്ങൾ മുഴുവൻ പറയുന്നു. അത് കഴിയുമ്പം RV രാമകൃഷ്ണനും സത്യഭാമ ടീച്ചറുമായിട്ടുള്ള വിഷയം ഉണ്ടാകുന്നു. നമ്മൾ അതിനകത്ത് മുഴുവൻ നമ്മുടെ അഭിപ്രായം പറയുന്നു. അത് കഴിയുമ്പം ബോച്ചയും ഹണിറോസും വരുന്നു. നമ്മൾ അതിനകത്ത് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ഇങ്ങനെ 365 ദിവസവും നമ്മളിലേക്ക് നമ്മുടെ പ്രത്യക്ഷത്തിൽ നമ്മുടെ വലിയ പ്രയോജനമോ ഒന്നുമില്ലാത്ത ഇൻഫർമേഷൻ കയറി വരികയും നമ്മൾ ഇതിനകത്ത് നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്യേണ്ടി വരുന്നൊരു അവസ്ഥ ഇപ്പോഴുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഡിസിഷൻസ്, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പലരെക്കുറിച്ചുമുള്ള ധാരണകൾ ഇതേപോലെ തെറ്റായ ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അതാണ് നമുക്ക് ഇമേജ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന സംഗതികളുണ്ടെന്ന് പറയുന്നത്. പക്ഷെ ഒക്കെ ഒരു പുകമറയായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് അടുത്ത സാധനം, അതിന്റെ തീരുമാനം ഉണ്ടാക്കുന്നതിന് മുന്നേ അടുത്ത് വരും. അതിന് തീരുമാനം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഇത് ആളുകളുടെ എന്റർടൈൻമെന്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇത് ഭയങ്കര രസമാണ്. കാരണം വല്ലോന്റെ കാര്യമാണല്ലോ, നമ്മുടെ വീട്ടിൽ വന്നിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇത് നല്ല എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ട് നമുക്ക് ചീത്ത വിളിക്കാനും പറയാനും ഒരു താല്പര്യം ഉണ്ടാവും. ചാനലിൽ ഇരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിരുന്ന കാര്യമുണ്ട്. ഇടക്കാലത്ത് ഒരു ചാനൽ വാർത്ത വന്നിരുന്ന സമയത്ത് 1 ആഴ്ച 2 ആഴ്ചയോളം തെരുവ് പട്ടികൾ ആൾക്കാരെ ഓടിച്ചിട്ട് കടിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവര് വല്ല ടിക്കറ്റ് എടുത്ത് ദുബായിക്ക് പോയ പട്ടികളെ കൂടി? ഇപ്പൊ പട്ടികളൊന്നും ഇല്ലേ? എവിടെയും ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ട് എത്ര ദിവസം പട്ടി അടിച്ച്?
അത് ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നതിനകത്ത് ഇത്രയും 24 മണിക്കൂർ വാർത്ത വേണ്ട. ദൂരദർശനിലാകെ 20 മിനിറ്റ് ഉണ്ടായിരുന്ന വാർത്ത ഇപ്പോൾ ഒരു 15 ചാനലിലും കൂടെ 24 മണിക്കൂറും വേണം. ഇത് എവിടുന്ന് കിട്ടും ഈ കണ്ടന്റ് മുഴുവൻ? ഇത് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? അപ്പൊ അത് മുഴുവൻ എടുത്തും പറഞ്ഞും കേട്ടും ചോദിച്ചും പറയുന്നതെല്ലാം ഉണ്ട്. ഞാനും ധർമ്മജനും കൂടെ ഒരിടത്ത് അത് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ, അല്ലെങ്കിൽ ഇവര് പറയും. കാരണം അത് എല്ലായിടത്തും ഉള്ളതാണ്. നിൽക്കുമ്പം ഇത് അതിശയോക്തിയല്ല. ധർമ്മജന്റെ അമ്മ മരിച്ച ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അതിനുശേഷം ഞങ്ങൾ ഷൂട്ടിംഗ് നിൽക്കുമ്പം ഒരു ബൈക്കിന് പോകണം, അവനെന്റെ പുറകിൽ ഇരിപ്പുണ്ട്. ഞങ്ങളിങ്ങനെ ബൈക്ക് ഒരിടത്ത് നിർത്തിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പം ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, അമ്മ മരിച്ച വാർത്തയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തായിരുന്നു കേട്ടോ. ഒരു തരി അതിശയോക്തിയില്ല. ഇത് ഒരുത്തും പറഞ്ഞത് എന്നോട്. ഞാൻ കേട്ടുകൊണ്ടിരിക്കും, ഇവൻ എന്താണ് ഇങ്ങനെ പറഞ്ഞിട്ട് പോയെന്ന് ഞാൻ വരെ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കാലവും പരിധിയും ഒന്നും ആളുകൾക്ക് നിശ്ചയമില്ലല്ലോ. അപ്പൊ ഞാനിപ്പം എന്റെ 3 കൊല്ലം മുമ്പുള്ള ഒരു ഇന്റർവ്യൂക്കകത്ത് കണ്ട് 5 കൊല്ലം മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു എത്ര മക്കളാന്ന് ചോദിച്ചപ്പോൾ ഞാൻ 2 പേരാന്ന് പറഞ്ഞു. ഈയിടയ്ക്ക് എന്റെ 3ാമത്തെ കുഞ്ഞിനായിട്ട് ഞാൻ സിനിമയ്ക്ക് പോകുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു ഇതാരാ? ഞാൻ പറഞ്ഞു ഇതെന്റെ മോന. അപ്പൊ 2 നുണ പറഞ്ഞതാ അല്ലേ എന്ന്. കാരണം ഈ ഇന്റർവ്യൂലൊന്നും ഡേറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടല്ലല്ലോ വരുന്നേ. ഇത് ഈ പഴയ സാധനം കറങ്ങിയടിച്ചിങ്ങനെ വരും. ഇതിനെല്ലാം നമ്മൾ ഉത്തരവാദിത്വം പറയണം. അതിന്റെ തമാശയുണ്ട്. ഒരു ദിവസം കുട്ടിയെ കാണാതെ, സ്കൂളിൽ പോകുന്ന വഴിക്കാണ് കുട്ടിയെ കാണാതെ വന്നത്. സ്കൂൾ യൂണിഫോമിൽ കുട്ടി ഇറങ്ങി പോയ വഴിക്ക് കാണാതെ. അപ്പൊ ആ സ്കൂൾ യൂണിഫോമിൽ ഇറങ്ങുന്നതിന് മുന്നേ ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പിൽ ഇട്ടു, എന്റെ കുട്ടിയെ കാണുന്നതിൽ ആരെങ്കിലും തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നാക്കണം എന്ന് പറയുന്നത്. ആ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല എന്ന് പറയുന്നത്. എപ്പോ സ്കൂളിൽ പോയാൽ ആരെയും കുറിച്ച് വീട്ടിൽ കൊണ്ടാകും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുണ്ട്. അപ്പൊ അത് ഇതൊരു കമന്റ് നമ്മൾ പ്രോ ആക്റ്റീവ് എന്ന് പറയും. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ കരണങ്ങളില്ല, പ്രതികരണങ്ങളാണ്. ഞാനൊന്ന് പറഞ്ഞു, നിങ്ങളൊന്ന് പറഞ്ഞു, അതിനിടെ 3ാമൻ പറഞ്ഞു, 4ാമൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ഇപ്പം നമ്മുടെ രാജീവ് മിനിസ്റ്റർക്ക് വളരെ സന്തോഷമായി. കാരണം ഏറ്റവും എളുപ്പത്തിൽ തൊഴിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 10,000 രൂപ മതി. ഒരു സാധാരണ ഫോണും ഒരു കണക്ഷനും ഉണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആരെങ്കിലും ചീത്ത വിളിക്കുമ്പോൾ കിട്ടുന്ന വരുമാനം നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്താൽ കിട്ടൂല. വളരെ സുഖമാണത്. അപ്പൊ അങ്ങനത്തെ പണി നടക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ ചീത്ത വിളിക്കുന്നില്ലല്ലോ. നിങ്ങൾ ഇരുന്ന് ഇച്ചിരി പഠനം നടത്തിയാണല്ലോ ചെയ്യുന്നത്. കാര്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ അങ്ങനെ അല്ലാത്ത വെറുതെ രാവിലെ എണീറ്റ് വാർത്ത നോക്കിയിട്ട് സെറ്റി നോക്കി ഇരുന്ന് അഭിപ്രായം പറയുന്നതിനൊക്കെ ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ടെന്ന്. സിനിമ റിവ്യൂവിന് ഭയങ്കര 2 ദിവസം കൊണ്ട് അടിവയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാന്ന് പറയുന്ന വാർത്തയ്ക്ക് 3000 കമന്റ് ഉണ്ട് ഇവിടെ. ഇത് നടക്കുകയില്ല എന്നുള്ളത് നമുക്കറിയാലോ. 2 ദിവസം പോയിട്ട് എന്ത് ചെയ്തിട്ട് ഈ കൊഴുപ്പ് പോകുന്നില്ലല്ലോ. ഞാൻ നമ്മുടെ പെർസെപ്ഷൻ പറ്റി പറയുമ്പോഴേ, നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ, നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരെ പെർസെപ്ഷൻ മാറാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം മമ്മൂട്ടിക്ക് ഇപ്പം സിനിമ ഒന്ന്, ഞാൻ സങ്കല്പിക്കാൻ വേണ്ടി പറയാട്ടോ, സിനിമ ഒന്നും ഓടുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ മമ്മൂട്ടി ചായക്കടയിൽ പോയിട്ട്, സാധാരണ ചായക്കടയിൽ പോയി ചായ കുടിച്ച ആൾക്കാർ പറയും അതുണ്ടോ. പക്ഷെ നല്ല സിനിമ ഹിറ്റായിട്ട് കൊടുക്കുന്ന സമയത്ത് ചായക്കടയിൽ പോയാൽ കണ്ടില്ലേ ആളുടെ ദീനാനുകമ്പ കണ്ടില്ലേ, വിനയം കണ്ടോ. അപ്പൊ ഒരേ സംഭവം നടക്കുന്നത്. അല്ലെങ്കിൽ അഹങ്കരിക്കാനുള്ളവും കാണിച്ചെങ്കിൽ മാത്രമേ വിനയം കാര്യമായിട്ട് എടുക്കാറുള്ളൂ. അല്ലാത്തവൻ കാണിക്കുന്ന വിനയം എല്ലാ കാലത്തും വിധേയത്വമായിട്ട് മാത്രമേ. ഒരു സാറ് ദൂരെ നിന്ന് നടന്നു വരുമ്പോ സാറിനെ കണ്ട് ദൂരെ നിന്ന് മടക്കിക്കുത്ത് അഴിച്ചു നിന്നിട്ട് എണീറ്റ് നിൽക്കുന്ന എന്നെക്കാളും സാറ് വരുമ്പോ അയ്യോ സാറേ എന്ന് പറഞ്ഞ് എണീറ്റ് മടക്കിക്കുത്ത് അഴിച്ചു നിന്ന സാറിനും ഒരു സന്തോഷമായി. നമ്മൾ രണ്ടുപേരിൽ ഇവൻ നല്ല വിനയമുള്ളവനുമായി. നേരത്തെ കാണിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. കണ്ടോ? ആ കാണിക്കലിലാണ് ഞാൻ പറഞ്ഞ ഇതിന്റെ ഒരു ബിൽഡപ്പ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഇങ്ങനെ പലതരത്തിൽ റാമോഹൻ പാലിയത്തിന്റെ ഒരു ബുക്കില് അതേ പറയുന്നത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്ന സെൽഫികളാണ് നമ്മുടെ യഥാർത്ഥ മുഖമെന്ന്. പിന്നെ പിഷാരടി ഈ പെർസെപ്ഷന്റെ കാര്യം, ഇമേജിന്റെ കാര്യം പറയുമ്പോഴേ, നമ്മുടെ പാസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പം നമ്മൾ വല്ലാതെ വേട്ടയാടും ഒരുപാട് കാലം അല്ലെ. പക്ഷെ എന്നാലും അതിലൊരു ഷോർട്ട് ടൈം മെമ്മറി ലോസ് ആളുകൾക്കുണ്ട്. എന്തായാലും ക്രൈമായ നമ്മൾ ചെയ്ത കുറ്റകൃത്യമായാലും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത നല്ല കാര്യമാണെങ്കിലും രണ്ടിനും ജനങ്ങൾക്ക് ഷോർട്ട് മെമ്മറി ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു ആധിക്യമുള്ളത് കൊണ്ട് അത്രയധികം ആലോചിച്ചേണ്ടിരിക്കേണ്ട ആവശ്യകത ആളുകൾക്ക് സത്യത്തിൽ ഇല്ല. നമ്മൾ എന്തുകൊണ്ടാണ് പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നത് കുറയുന്നത്, വഴിവെക്കൽ ഫ്ലക്സ് വെക്കുന്നത് കുറയുന്നത്? ഞാൻ ഓടുന്ന ബസ്സിൽ പോലും നമ്മൾ മൊബൈൽ നോക്കിയിരിക്കുകയും മൊബൈലിലെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മളുടെ വായനയ്ക്ക് ഒരു വലിയ പ്രസക്തിയുണ്ട്. വായനയ്ക്കും എഴുത്തിനുമുള്ള ഒരു വലിയ പ്രസക്തി. ഇതിന്റെ പ്രോസസ്സ് ഭയങ്കര സ്ലോയാണ്. നിങ്ങൾക്ക് ഒരു 200 പേജുള്ള ഒരു ബുക്ക് നമ്മളൊരു 200 റീല് കാണുന്ന സ്പീഡിൽ വായിച്ചു തീർക്കാൻ പറ്റില്ല. ഇതിന്റെ സ്ലോ പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ടൈം എടുത്താണ് നമ്മൾ അതിനെ കൃത്യമായി മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയവും എഴുതുമ്പോഴും വായിക്കുമ്പോഴും ഇതിന്റെ കൂട്ടത്തിൽ നമുക്കൊരു സമയം കിട്ടുന്നുണ്ട്. മറ്റേതിന് അങ്ങനെ കിട്ടുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്.
ഞാൻ നേരത്തെ പെർസെപ്ഷൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ വായനയിലും ഉണ്ട് കേട്ടോ, വായനാശീലം കുറഞ്ഞു പോയി. ഇപ്പൊ വായനയില്ല എന്ന് നമ്മൾ പറയുന്നതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്ത് വായിക്കുന്നു എന്നുള്ളതിനകത്ത് വലിയ ഘടകമുണ്ട്. എന്റെ ചെറുപ്പത്തിൽ വലിയൊരു വായനാശീലമുള്ള കൂട്ടുകാരുണ്ടായിരുന്നു. മുത്തുച്ചിപ്പി എന്ന് പറഞ്ഞ മാസിക എല്ലാവരും വായിക്കും. എന്താ പ്രയോജനം? എന്തെന്നുള്ളത് വലിയ പ്രകടമായ കാര്യമാണ്. ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിലും സാങ്കേതിക വിദ്യക്കും ഒക്കെ ഈ പെർസെപ്ഷൻ ബിൽഡിങ്ങിൽ വലിയ റോളെന്ന് വിചാരിക്കുന്നുണ്ട്. പിഷാരടിയുടെ ബാല്യകാലത്ത് കമ്പയർ ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കാം, അന്ന് വിവരം കിട്ടുമ്പോൾ അന്നൊരു വിവരം അറിയുമ്പോൾ പിഷാരടിക്ക് ഉണ്ടാവുന്ന അതേ വികാരമാണോ ഇന്നൊരു വിവരം അറിയുമ്പോൾ ഉണ്ടാവുന്നത്? ഇന്ന് ഞാൻ കുറച്ചുകൂടെ ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ അറിഞ്ഞിട്ട് തീരുമാനിക്കണം, അല്ലെങ്കിൽ കേട്ട ഉടനെ ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ളത് പറ്റില്ല. മറ്റൊന്ന്, നമ്മൾ ഡിസിഷൻ എടുത്താലും പറഞ്ഞാലും ഒരു സാധാരണക്കാരന് നമ്മളെ ചീത്ത വിളിക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ നമുക്ക് തിരിച്ച് പറയാനോ ചെയ്യാനോ ഒന്നും പറ്റില്ല. നമ്മളിപ്പോൾ 2 തലച്ചോറ് തലയിലിട്ട് വർക്ക് ചെയ്തിട്ട് വേണം. ഇപ്പം ഇവിടെ നിയമസഭ മന്ത്രിമാരായെങ്കിലും സ്പീക്കറാണെങ്കിലും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാണ്, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് തലയിലിട്ട് തന്നെ അത് എഡിറ്റ് ചെയ്ത് ഇതിനെ എങ്ങനെ പിടിച്ചാലും ഏത് ഡയമെൻഷൻസിൽ പിടിച്ചാലും ഇതിൽ നിന്നും ഒരു അപകടം ഉണ്ടാവില്ല എന്ന ഉത്തമ ബോധ്യത്തോട് സംസാരിച്ചില്ലെങ്കിൽ ഒരു 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന അപകടം ആർക്കും വേണമെങ്കിൽ സംഭവിക്കാം. പിഷാരടി ഇതുപോലെ പലതരം പിഷാരടിക്ക് തന്നെ പലതരം ഇമേജുകളാണ്. പിഷാരടി എന്ന നടനെയും മമ്മൂട്ടി എന്ന നടനെയും ചേർത്തുകൊണ്ട് പലപ്പോഴും ഒരു ഇമേജ് ബിൽഡപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് ആലോചിച്ചു. അല്ല, അങ്ങനെ ഇമേജ് ഇല്ല. അത് ഞാൻ മമ്മൂക്കയുടെ കൂടെ നടക്കുന്ന ചോദ്യം ഞാൻ 8 വർഷമായിട്ടുണ്ട്. ഇത് പലപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ചോദ്യത്തിന് പുതിയ ഉത്തരം ഉണ്ടാക്കേണ്ട ബാധ്യത ഒരിടത്ത് തന്നെ പറഞ്ഞത് എല്ലായിടത്തും പറയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ ചോദ്യം ആവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ധർമ്മജന്റെ കൂടി 20 വർഷം നടന്നപ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. എന്താ നീ എപ്പോഴും ധർമ്മന്റെ കൂടെ നടക്കുന്നതെന്ന് ആരും ചോദിച്ചില്ല. ഞാൻ മുകേഷ് ഏട്ടനുമായിട്ട് ഇത്രയും പരിപാടി ചെയ്തപ്പോഴും ആരും ഇത് ചോദിച്ചിട്ടില്ല. പക്ഷേ മമ്മൂക്കയുടെ കൂടെ നടക്കുമ്പോൾ ഒരുപക്ഷെ എന്റെ കാര്യത്തിൽ ആളുകൾക്ക് ഒരു ഉത്തരം കിട്ടുന്നുണ്ടാവും. അവന് സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇവൻ അങ്ങനെ ഈ സിനിമ നടന്മാർക്ക് സുഖിപ്പിക്കാൻ ആളുകൾ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ഒരു ഉത്തരത്തിൽ കിട്ടും. പക്ഷെ അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുമ്പം എന്നെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം എന്നുള്ളതിന് ആർക്കും കാര്യമായിട്ട് ഒരു ഉത്തരവും കിട്ടാത്തത് കൊണ്ടായിരിക്കണം ഈ ചോദ്യം പലതവണ ആവർത്തിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മനുഷ്യനെന്നുള്ള നിലയിൽ ഈ പുതിയ കാലത്തിന്റെ എല്ലാ സൗഹൃദങ്ങളും എന്നെ കൊണ്ട് നിനക്ക് ഗുണവും നിന്നെ കൊണ്ട് എനിക്ക് ഗുണവും ഉണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ എന്നുള്ള ഒരു ഇക്വേഷനല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാത്ത ഒരു സൗഹൃദത്തെ സൗഹൃദമായി കാണാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാകും എന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു വർത്തമാനകാലത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ഒരു സംശയ ദൃഷ്ടിയല്ല, അല്ലെങ്കിൽ ഇതിനകത്തൊരു ചോദ്യത്തിന് സ്കോപ്പുണ്ട് എന്ന് ആളുകൾക്ക് തോന്നുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ മമ്മൂട്ടിയുടെ കൂടെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ട് ഞാൻ വളരെ കുറച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ ആ കൂട്ടത്തിലൊരു സിനിമയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നൻപകൽ നേരത്ത് മയക്കം സിനിമ. അതിന്റെ ഒരു സെറ്റിൽ പോയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതില് നവംബർ നേരത്ത് മയക്കുന്ന സെറ്റ് മുമ്പ് തമിഴ്നാട്ടായിരുന്നു, പഴനിയിലായിരുന്നു. രാവിലെ 5 മണിക്ക് ആളുകൾ പാടത്ത് പണിക്ക് പോകും. ഇവരൊരു 10 മണിയോടുകൂടി തിരിച്ചു വരും. ഇവർ പകൽ ഉറങ്ങും. 3 മണിക്ക് വീണ്ടും പാടത്ത് പോകും. 6-7 മണിയാകുമ്പോൾ തിരിച്ചു വരും. അപ്പൊ അതിന്റെ ലൊക്കേഷൻ അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, അവർക്ക് പല കാര്യങ്ങളെ കുറിച്ചും അറിയില്ല. ഈ അറിവില്ലായ്മയുടെ ഒരു സുഖവും അവർ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് iPhone 16 ഇറങ്ങിയത് ഇവർ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇതില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം ഇവർക്കില്ല. അതൊരു വലിയ സൗഭാഗ്യമായിട്ട് എനിക്ക് തോന്നി. അവർക്ക് അതിന്റെ ആവശ്യകതയില്ല. ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ആവശ്യകത ഉള്ളത്. ഇപ്പൊ ഐഫോണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇമേജ് കാര്യത്തില് ഈ അറിവില്ലായ്മയല്ല, നമ്മളും ആളുകളെ തിരഞ്ഞെടുക്കുന്നതിൽ അങ്ങനെയുണ്ട്. ഞാനൊരു തിരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് പോയപ്പോൾ ഞാൻ 10-20 വർഷം ഏതാണ്ട് 3000 സ്റ്റേജ് 3000 എപ്പിസോഡ് ടെലിവിഷനിലും ചെയ്തിട്ട് മേടിച്ച ബെൻസുമായിട്ട് പോയപ്പം എന്നോട് പറഞ്ഞു, ബെൻസ് ഇവിടെ മാറ്റിയിട്ടിട്ട് ഈ വണ്ടിയിലോട്ട് കയറി, ബെൻസുമായിട്ട് പ്രചരണത്തിന് പോയാൽ വോട്ട് കിട്ടൂല എന്ന് പറഞ്ഞു. അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു വലിയ ചിന്തയായിട്ട് എനിക്ക് തോന്നി. ഷാരൂഖ് ഖാൻ പറഞ്ഞിട്ടുണ്ട്, അതെ. അപ്പൊ ഇത് ഞാൻ ഒരിടത്ത് പറഞ്ഞ കാര്യമാണ്. അപ്പൊ ചില സ്ഥാനാർത്ഥികളുടെ ഉൾപ്പെടെ ചില ആളുകളുടെ ഒരു മെറിറ്റ് ആയിട്ട് പറയുന്ന കേൾക്കാം, പാവങ്ങളിൽ പാവമായ പാവങ്ങളുടെ പ്രശ്നം അറിയാവുന്ന പാവങ്ങളിൽ പാവപ്പെട്ട പഞ്ചപാവമായ ഇന്നയാളെ വിജയിപ്പിക്കൂ എന്നും പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് പാവപ്പെട്ടവനാണ്, അല്ലെങ്കിൽ പാവങ്ങളുടെ പ്രശ്നം എന്താണ്? പൈസ ഇല്ല. അതാണ് പ്രാഥമികമായ പ്രശ്നം. അപ്പൊ നമ്മൾ പൈസ ഉണ്ടാക്കാൻ അറിയുന്ന ഒരുത്തനെ വേണമല്ലോ ജയിപ്പിക്കാൻ. ആണോ? ഒരു സംശയമുള്ള പോലെ തോന്നുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. വേണ്ടേ? പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ പ്രജുഡീസ് ആയ സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജ് വെച്ചിട്ട് ഇവൻ പ്രശ്നക്കാരനാണ്,
ഇങ്ങനെ ഒരാളെ നമ്മൾ ജയിപ്പിക്കരുത് എന്നുള്ള ഒരു ഇമേജ് നമ്മുടെ എവിടെയോ എഴുതപ്പെട്ടു. അതുകൊണ്ട് ഇത് വളരെ കഷ്ടപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ഈ കാര്യം, അല്ലേ? ആ, നമ്മളിപ്പം ഇപ്പം ഞാൻ ഇതായിട്ട് ഇപ്പം നമ്മുടെ ചാലക്കുടിയിലുണ്ടായിരുന്ന രവീന്ദ്രനാഥ് മാഷ് നല്ല മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറഞ്ഞു, അദ്ദേഹം ഇപ്പോഴും സാധാരണ ഫോണാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്, പക്ഷെ അതൊരു മെറിറ്റല്ല. അത് ഏത് പാർട്ടിയിലുള്ള ആളാണ് നമുക്ക് പെട്ടെന്നൊരു കാര്യം പറയാൻ, ഒരു മെയിൽ അയക്കാൻ, വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതൊന്നും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ഈ വിനയം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് ഇവിടെ ഉള്ളത്. ഇപ്പം പിഷാരടി എന്ന വ്യക്തി ഇപ്പം ആളുകൾ കണ്ടിട്ടുള്ളത് മിമിക്രി വേദികളിലൂടെ വരുന്നു, കോമഡി റോളുകൾ കൂടുതൽ ചെയ്യുന്നു. ഇപ്പം നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആളുകൾ അത് കൊടുക്കുന്ന പേഴ്സണാലിറ്റി. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന്റെ കമന്റിന് താഴെ എനിക്ക് ചില സർട്ടിഫിക്കറ്റ് കിട്ടാറുണ്ട്. പിഷാരടി ഇത്രയും ബുദ്ധിയുള്ള ആളാണെന്ന് അറിഞ്ഞില്ല. നിങ്ങൾക്ക് അറിയാനായിട്ടാണ് പിഷാരടി. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, പിഷാരടി ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ്. ഇപ്പൊ വായിച്ച കുറെ പുസ്തകങ്ങളെ പറ്റി ഇപ്പൊ കഴിഞ്ഞ കണ്ടപ്പോൾ സംസാരിച്ചു. അപ്പൊ പലരും പക്ഷെ വിചാരിക്കുന്നത് ഇയാൾ മിമിക്രി കാണിക്കുന്ന ആളല്ലേ, ഇയാൾക്ക് മിമിക്രി കാണിച്ചാൽ പോരെ, ഇയാൾ പുസ്തകം വായിക്കുമോ, വെറുതെ പറയുന്നതല്ലേ? അങ്ങനെ അതെന്താണെന്നറിയാമോ, എനിക്ക് പ്രതിഫലമായി പണം തന്നിട്ട് എന്നെ തമാശ പറയാൻ വേണ്ടി വിളിച്ച സ്ഥലങ്ങളിൽ മാത്രമാണ് എന്നെ ആളുകൾ കൂടുതൽ കാണുന്നത്. അവിടെ ഞാൻ സീരിയസ് പറഞ്ഞാൽ ഞാൻ ഫീൽഡ് ഔട്ട് ആയിപ്പോ. എന്നെ തമാശ 1 മണിക്കൂറിൽ നിനക്ക് എത്ര തമാശ പറയാൻ പറ്റുമോ അത്രയും തമാശ പറയണമെന്ന് പറഞ്ഞാൽ അതിനെനിക്ക് പ്രതിഫലം തന്ന് മൈക്കും തന്ന് സ്റ്റേജിൽ കയറ്റി വിടുന്നത് എനിക്ക് വേറെ സ്ഥലങ്ങളില്ല. അപ്പൊ വല്ലപ്പോഴും അല്ലാണ്ട് പറഞ്ഞാൽ ഇവര് ഇങ്ങനെ പറയുകയും ചെയ്യും. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞ സർഫാണ്. അവര് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ തമാശ. അതിപ്പോ ഇവരും പ്രതീക്ഷിച്ചില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാനും നിങ്ങളും വരുമ്പോ നിങ്ങൾ എന്തോ ഒരു കഥ വല്ലാത്തത് പറയുമെന്നും ഞാൻ എന്തോ ഒരു തമാശ പറയുമെന്നും ഇവര് പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അത് തൃപ്തിപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഇവര് പോകുമ്പോ നമ്മൾ കുറെ പ്രതീക്ഷിച്ചു, ഒന്നും കിട്ടിയില്ല, പോയിരുന്നത് വെറുതെ ആയി എന്നുള്ള ചിന്ത ഇവർക്ക് വരാനുള്ള സാധ്യത സാധ്യത ഉണ്ട്. അപ്പൊ നമുക്കതിന് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മള് സംഘാടകരെ ചെറുതായിട്ടൊന്ന് പറ്റിക്കാമെന്ന്. അതായത് ഇവരെല്ലാം വിചാരിച്ചു നമ്മൾ മാത്രം സംസാരിച്ചോണ്ടിരിക്കുമെന്നാണ്. അതൊന്നും അങ്ങോട്ടും കൂടി തിരിച്ചുവിട്ടാലോ? തിരിച്ചുവിട്ടാൽ വളരെ നല്ലതാണ്. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചോദിക്കാണ്ടാവും നമ്മളത്. അപ്പൊ ആ ചോദ്യങ്ങളിലൂടെ കുറച്ച് ഉത്തരങ്ങളിലൂടെ പോണേ 1-2 ബൈക്ക് അങ്ങോട്ട് കൊടുക്കാൻ സംഘാടകർക്ക് പറ്റും. അതെ, ഞങ്ങള് പറയുന്നത് ഇരുന്ന് കേൾക്കണം എന്നുള്ള ഒരു ഇപ്പോഴതാണല്ലോ എല്ലാത്തിനും വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട്. ഇവനെ ഒന്ന് കൈ കെട്ടാൻ നോക്കിക്കരുത്. ഞാൻ ചോദ്യം ചോദിക്കാൻ എന്ന് വിചാരിക്കുന്ന 1-2 ആൾക്കാരെങ്കിലും ഞങ്ങൾ 2 കാര്യത്തിലുണ്ടാവും. 2 ചോദിക്കാമോ? അതെ, 2 ചോദിക്കാം. ഇവിടെ അങ്ങനെ അവതാരകനും അതൊന്നുമില്ല. ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നു, ഞങ്ങള് നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ ഈ കഥ പറച്ചിലിന്റെ ഒരു ചോദിക്കുന്നുണ്ടെങ്കിൽ കൈവക്കാം, മൈക്ക് തരും സംഘാടകർ. മൈക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു. മൈക്കൊക്കെ ഉണ്ട്. ഒരാൾ ചോദിച്ചാൽ ആ ഫ്രണ്ടിൽ നീര് ശ്രദ്ധിച്ചിട്ട് ചേട്ടന് എന്തോ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ആവേശത്തിലിരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചത്. ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാം. അതാ പറഞ്ഞത്. അവനൊരു കൈഡി കൊടുക്കണം കേട്ടോ, നല്ലൊരു കൈഡി കൊടുക്കണം. ഇസത്ത്. അപ്പോ പിഷാരടിയുടെ രാഷ്ട്രീയം എപ്പോഴും വിമർശിക്കപ്പെടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ട്രോള് ചെയ്യുമ്പോ ചിലരെ മാത്രം ട്രോൾ ചെയ്യുന്നു, എന്നാൽ ചിലരെ ട്രോൾ ചെയ്യുന്ന തെളിച്ചു പറയും. അതായത് തെളിച്ച് വ്യക്തമായിട്ട് പറഞ്ഞാൽ മോദി സർക്കാരിനെ വിമർശിക്കാറില്ല, എന്നാൽ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് CBI ഭരണത്തിനെയാണ്, അല്ലെങ്കിൽ നിലവിലെ നമ്മുടെ ഭരണകൂടത്തിനെയാണെന്ന് പറയാറുണ്ട്. അപ്പോ അത് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ വിലയിരുത്തുന്നല്ല, നിങ്ങൾ വിലയിരുത്തിയതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഇപ്പം ഷംസുൽ ഭായിയോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ചെയ്യുന്ന കലാപരിപാടികൾ, നമ്മുടെ TV ഷോകള്, ഇപ്പൊ ഞാൻ ചെയ്യുന്ന അമൃത ചെയ്യുന്ന പരിപാടി, മനോരമയിലെ പരിപാടി, നമ്മുടെ TV പരിപാടികൾ, സ്റ്റേജ് ഷോകളിൽ ഒന്നും രാഷ്ട്രീയം പറയാറില്ല. രാഷ്ട്രീയം പറയാൻ വേണ്ടി വിളിക്കുന്ന, രാഷ്ട്രീയത്തിന് വേണ്ടി പോയ സ്റ്റേജുകളിൽ മാത്രമേ ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പം ഞാൻ പ്രചരണത്തിന്, അതും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, രാഷ്ട്രീയ പ്രചരണത്തിന് പോകുമ്പോഴാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. അവിടെ കൂടുതൽ പ്രസക്തിയോടെ നിൽക്കുന്നത്, കൂടുതൽ പ്രസക്തിയോടെ നമ്മുടെ ഓപ്പണന്റ് ആയിട്ട് നിൽക്കുന്ന, മത്സരത്തിൽ നിൽക്കുന്നത് ആരാണ് എന്ന് നോക്കിയിട്ടാണ് അതിനെക്കുറിച്ച് ഞാൻ പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിലെ പല കാര്യങ്ങളും നിങ്ങൾ കോമൺ ആയിട്ട് എടുത്താലും 2 വേണേ കിട്ടും. ഇത് എന്നെ തന്നെയാണല്ലോ പറഞ്ഞതെന്ന് വിചാരിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പ്രത്യേകിച്ച് ആരുടെയും പേര് പറയുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും പറയാണ്ട് പറയുമ്പോഴും ഇത് ഞാനാണല്ലോ തോന്നി. 2 പേർക്കും ഉണ്ടത്, വിധിച്ചെടുത്താൽ മതി. ഒരു ചോദ്യം വന്നപ്പോ ഇളകിയതാണോ? ഒരു ചോദ്യം വന്നപ്പോ മൊത്തത്തിൽ ആക്റ്റീവ് ആയതാണോ? അടുത്ത ചോദ്യം വന്നാൽ ഇനിയും നമുക്ക്
കൂടുതൽ രസകരമായ ഉത്തരം ഇതടുത്താണ് വരുന്നത്. എന്റെ പേര് പ്രണവ് എന്നാണ്. പ്രണവേ പറ, ഇവനിവിടെ ഇരിപ്പുണ്ട്, ബാബുവിനോട് എന്തെങ്കിലും ചോദിക്കണേ. എന്റെ ചോദ്യം ബാബു സാറിനോടാണ്. അടിപൊളി, അനുഭവിച്ചു. ഇത്രയും കഥ ചെയ്യുന്നില്ലേ, എന്തുകൊണ്ട് അഡ്വാൻസിനെ കുറിച്ച് അപ്പോ സാറിന്റെ കഥകൾ നോക്കുമ്പോൾ പലപ്പോഴും കഥയുടെ ഒരു സ്കീം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സൈഡിനെ വെച്ചിട്ടാണ് പറയുക. പല കഥകളും ഒരു പർട്ടിക്കുലർ സൈഡിൽ കൂടെയാണ് പറഞ്ഞു പോവുക. അപ്പോ ഐ മീൻ തെളിച്ചു പറ മകനെ. അതെ. സോ നമ്മളിപ്പം സാറിന്റെ ഏത് എപ്പിസോഡ് നോക്കിയാലും കഥയുടെ ഒരു ഒഴുക്കെന്ന് പറയുന്നത് ഒരു ഇപ്പം ഏതൊരു വിഷയം എടുത്താലും ഒരു പർട്ടിക്കുലർ സൈഡ് പിടിച്ചിട്ടായിരിക്കും പോവുക. ഇപ്പൊ താക്കോൽ എവിടെ ഇരിപ്പുണ്ട്? ഇത് നിയമസഭയുടെ ഹോളാണ്, അതിന്റെ ഒരു പ്രിവിലേജ് ധൈര്യമായിട്ട് ചോദിച്ചു. അപ്പോ എന്റെ ഒരു ചോദ്യം, പലപ്പോഴും പറയാറുണ്ട് നമ്മൾ എപ്പോഴും ഒരു പൊളിറ്റിക്കൽ, ഇപ്പൊ ഏതൊരു കാര്യത്തിലും നമ്മളൊരു നമുക്കൊരു അഭിപ്രായം വേണം എന്നുള്ളത് എല്ലാവരും പറയുന്ന കാര്യമാണ്. ഈ അഭിപ്രായം എന്നുള്ളത് പലപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴോ നമ്മുടെ പ്രവൃത്തിയിലോ ഒക്കെ ഒരു ബയസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം സാർ എങ്ങനെയാണ് ഒരു അഭിപ്രായത്തെ ബയസ് ആക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക? സാറ് വല്ലതും മനസ്സിലായോ? ഓക്കെ, അല്ലെങ്കിൽ വരാം. രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒരു ജേർണലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് നമ്മുടെ അഭിപ്രായം അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ സ്റ്റാൻസ് എന്ന് പറയുന്നത് നമ്മൾ ആ വിഷയത്തെ സമീപിക്കുന്ന തടസ്സമാവരുത് എന്നുള്ളതാണ്. ഞാൻ ആ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്ത കാലത്തിൽ ഞാനത് പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ട് എല്ലാവരും പൊളിറ്റിക്കലാണല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒരു രാഷ്ട്രീയ ചായ്വുണ്ടാകാം. അതീ പറഞ്ഞ പൊളിറ്റിക്കൽ മറ്റേ കക്ഷി രാഷ്ട്രീയ ചായ്വിനെ ആയിക്കൊള്ളുന്നില്ല. അപ്പം അത് ബാധിക്കാതിരിക്കാൻ ശ്രമിക്കും റിപ്പോർട്ടിംഗ് വൈസ് നോക്കുമ്പോൾ. പക്ഷേ വിഷയങ്ങൾ സമീപിക്കുമ്പോൾ നമുക്കത് പാലിച്ചേ പറ്റും. പിന്നെ രണ്ട് പ്രധാന കോട്ടുകളാണ് ഈ അഭിപ്രായത്തെ പറ്റി. അഭിപ്രായം ഇരുമ്പുറയ്ക്കല്ല എന്നൊരു സാധനമുണ്ട്, അത് കാലത്തിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ പരിഷ്കരിക്കപ്പെടും. മഹാത്മാഗാന്ധി പോലും പറഞ്ഞിട്ടുള്ളത്, എൻ്റെ 1,00,000 പേജിലധികം വരുന്ന ഗാന്ധി സാഹിത്യം വായിക്കുമ്പോൾ നിങ്ങൾക്കതിൽ ഞാൻ ആദ്യം പറഞ്ഞൊരു വിരുദ്ധമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ രണ്ടാമത് പറഞ്ഞെടുത്താൽ മതി, കാലക്രമേണ ഞാൻ പരിഷ്കരിച്ചതായിരിക്കാം അതിനാണ്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എം ഗോവിന്ദൻ പറഞ്ഞൊരു ഒരു സാധനമാണ്, എഴുത്തോ നിന്റെ കഴുത്തോ ഇതിൽ ഏറെക്കൂറ് ഏതിനോടെന്ന് പുള്ളി ചോദിച്ചിട്ടുണ്ട്. പ്രണവിന് ഏതാണോ കൂറ് അതിനോട് തന്നെയാണ് എനിക്കും കൂറ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമുക്ക് പറയാൻ പറ്റാതിരിക്കും. ഇപ്പൊ ഒന്ന് അവൻ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് അവന് മനസ്സിലായിട്ടില്ല. നമുക്ക് ഈ ബയസ്ഡ് ആണെന്ന് പറയുന്ന ഒരു കാര്യത്തില് അതെന്താ കാര്യം എന്നറിയോ, പലപ്പോഴും പലതും ബയസ്ഡ് അല്ല, നമുക്ക് അനുകൂലമല്ല എന്ന് തോന്നുമ്പോൾ നമ്മൾക്ക് ബയസ്ഡ് ആണെന്ന് തോന്നുന്ന, മനസ്സിലായോ? നമ്മൾ ചില കേസുകളിൽ അവന് നീതി ലഭിച്ചു അല്ലെങ്കിൽ നീതി ലഭിച്ചില്ല എന്ന് പറയുന്നത്, ഈ നീതി ആദ്യം നമ്മൾ ഫിക്സ് ചെയ്തു, ഇനി ഈ നീതി കിട്ടണം, എന്നാൽ ഇവന് നീതി കിട്ടിയെന്ന് നമ്മൾ പറയുള്ളൂ. കോടതിയുടെ നീതി വേറെയാ. നമ്മൾ ഓൾറെഡി ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ ഇതിന്റെ നീതി ഫിക്സ് ചെയ്തു. ഇതാണ് ബാബു എന്നെ തല്ലി, ഞാൻ ബാബുവിനെ തല്ലി, ഇതിൽ ബാബു ജയിലിൽ പോവാന്നുള്ളതാണ് നീതി എന്നുള്ളത് ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ബാബു ജയിലിൽ പോയില്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല, ബാബുവിനെ വെറുതെ വിട്ടാൽ എനിക്ക് നീതി കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയും. അപ്പം പല കാര്യങ്ങളിലും ബയസ്ഡ് ആണ് എന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ ബയസ്ഡ് ആയതുകൊണ്ടാണ്. അങ്ങനെ ഒരു വെർഷൻ ഉണ്ട് അതിനകത്ത്. നമ്മൾ ബയസ്ഡ് ആയതുകൊണ്ട് നമുക്ക് അനുകൂലമല്ല ഈ കാര്യമെങ്കിൽ അത് ബയസ്ഡ് ആണെന്ന് വിചാരിക്കും. എപ്പോഴും ഈ അടിച്ച കാര്യത്തിൽ തന്നെ നമ്മൾ തീരുമാനിക്കുന്ന ഒരു കാര്യം, നമ്മളെ സംബന്ധിച്ച് റീസണും ഓപ്പോസിറ്റ് സൈഡിനെ സംബന്ധിച്ച് ആക്ഷനുമേ നമ്മൾ നോക്കുള്ളൂ. ഞാനും നീയും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി, താൻ എന്നെ തല്ലി, ഞാൻ തന്നെ തല്ലി. അപ്പൊ എന്നോട് ഒരാൾ എന്തിനാ അവനെ തല്ലിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, അവൻ എന്നോട് ഇന്നത് പറഞ്ഞു, ഇന്നത് ചെയ്തു, ഞാൻ ഇന്നത് പറഞ്ഞു, പിന്നത് കേട്ടില്ല, അതുകൊണ്ട് ഞാൻ അവനെ തല്ലി. പക്ഷെ നിന്റെ ഭാഗത്തില് അവൻ എന്നെ തല്ലി, എന്നായാലും അവനെ തല്ലാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഓപ്പോസിറ്റ് സൈഡിന് എപ്പോഴും ആക്ഷനും അവനവന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും റീസണും വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ജഡ്ജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചെറുതായിട്ട് ബയസ്ഡ് എന്നൊക്കെ തോന്നുന്നത്. ബാബു അവൻ മനുഷ്യനല്ല. വയസ്സിൽ ഒരു കാര്യമുണ്ട്, ചേർന്ന് നിൽക്കുന്നവന് അഭിമാനമെന്നും ദൂരെ നിൽക്കുന്നവന് അഹങ്കാരമെന്നും തോന്നും പലതും. ആ ഒരു വ്യത്യാസം എപ്പോഴും ഉണ്ടോ? നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി വിവരങ്ങളുള്ള വിഷയങ്ങളുള്ള സമീപനം മാറും. അതുകൊണ്ട് എന്റെ ചോദ്യം രമേശ് പിഷാരടിയാണ്. എന്റെ പേര് ജോജി, ഒരു ജേർണലിസ്റ്റ് ആണ്. നമസ്കാരം. ചോദ്യം ഇതാണ്, അതായത് ഈ രാഷ്ട്രീയം കോൺഗ്രസ് ആണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഏതെങ്കിലും സുഹൃത്തുക്കളെ നഷ്ടപ്പെടുകയോ അകലുകയോ ചെയ്തിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, രമേശ് പിഷാരടി രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനാർത്ഥിയാവാൻ എന്തെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ഞാനിപ്പോ പൂർണ്ണമായും കലയിലാണ് ശ്രദ്ധിച്ച് നിൽക്കുന്നത്, കലാകാരനായിട്ട് നിൽക്കുന്നത്. നമ്മളീ മിണ്ടുന്ന പോയിന്റ് വരെ ഇപ്പോഴില്ല. പിന്നെ ഈ സുഹൃത്തുക്കൾ അകന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ സുഹൃത്തുക്കളായിരുന്നവർ അകന്നിട്ടില്ല. ഞാൻ കോളേജ് പഠിക്കുമ്പം
എൻ്റെ കൂട്ടുകാരെല്ലാം SFIക്കാരാണ്. SFI നടത്തുന്ന യൂണിയൻ ആഘോഷത്തിന് നടൻ പ്രേംകുമാറിനെ കൊണ്ടുവരാൻ ഞാൻ പോയി വിളിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നല്ല സുഹൃത്തുക്കൾക്ക് ഇതിനെ കൃത്യമായി ആശയത്തിനെയും വ്യക്തിയെയും മാറ്റി നിർത്താനും തിരിച്ചറിയാനും സംസാരിക്കാനും സംവേദിക്കാനും പറ്റും. അത് സുഖമായിട്ട് പറ്റും. പക്ഷെ എന്നെ പരിചയമില്ലാത്ത ആളുകൾക്ക് ചീത്ത വിളിക്കാൻ, അത് ചില കലാപരിപാടികൾ കണ്ടാൽ ചിരിക്കാതാവാനും, അല്ലെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം ഇവൻ വിചാരിക്കുന്ന പോലെ ഈ ബയസ്ഡ് ആയതുകൊണ്ട് പറയുന്നതാണ് എന്നും പറയുന്ന ഒരാൾക്കാരുണ്ട്. അല്ലാതെ എനിക്ക് ഒരു സുഹൃത്തുക്കളെയും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഈ ഞാൻ വർക്ക് ചെയ്യുന്ന മേഖലയിൽ കലയിലൊക്കെ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു വലിയ ഭൂരിപക്ഷം ആളുകളും ഇടതുപക്ഷ അനുഭാവികളും ഇടതുപക്ഷ ചിന്തയുള്ളവരും തന്നെയാണ്. അതിനകത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ വലിയ തോതിൽ ഒറ്റപ്പെട്ടു പോയേനെ. അങ്ങനെ ആരും തന്നെ ഈ എന്താ നമ്മൾ പറയുന്നത്, ഈ ഡിജിറ്റൽ സ്പേസിലുള്ള ഭീകരമായ ചില ക്രമങ്ങൾ മാറ്റി നിർത്തിയാൽ ഒരു സൗഹൃദവും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരാളും കൂടെ കൈക്ക് ഒരു പെൺകുട്ടി നമ്മൾ ഈ നിയമസഭയിലായതുകൊണ്ടും ഈ പുസ്തകോത്സവം എന്നും പറഞ്ഞുകൊണ്ടും വേണമെങ്കിൽ അനാവശ്യമായിട്ട് ഗൗരവം വന്നിട്ടുണ്ടെങ്കിൽ വിടാട്ടോ, നിങ്ങൾക്ക് എന്തും ചോദിക്കാട്ടോ. ഇതിങ്ങനെ ഭയങ്കരമായിട്ട് അല്ലേ അങ്ങനെ പോകണമെന്നുള്ള നിർബന്ധങ്ങൾ ഞങ്ങൾക്കില്ല. ഒരു ഹാസ്യ കലാകാരൻ കൂടെ ആയതുകൊണ്ട് ചോദിക്കാം. സരസല്ലേ പറയട്ടെ, 2 കൗണ്ടറൊക്കെ പ്രതീക്ഷിക്കാം. ഒരു കൗണ്ടർ പറഞ്ഞിട്ട് പോയാൽ മതി, മുക്കാറുപടുത്ത് കേൾക്കാട്ടോ. എവിടെ പോയാലും താൻ 2 കോമഡി പറഞ്ഞിട്ട് പോയാൽ മതി. എന്റെ ക്വസ്റ്റ്യൻ രമേശ് സാറിനോടാണ്. എന്റെ പേര് BA കൃഷ്ണപ്രിയ, 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ രമേശ് പിഷാരടി BA പഠിച്ചതാണ്. ഞാൻ സാറിന്റെ വലിയ ഫാനാണ്. ഞാൻ അതോടൊപ്പം സീരിയൽ ആർട്ടിസ്റ്റ് ആണ്. എന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, സാർ അഭിനയത്തിനോടൊപ്പം എങ്ങനെയാണ് വായന കൊണ്ടുപോകുന്നത്? അതോടൊപ്പം ഈ തലമുറയ്ക്ക് വായന കൊണ്ടുള്ള ഉപയോഗം സാർ കൊടുക്കുന്ന അഡ്വൈസ് എന്തായിരിക്കും? ഈ അഭിനയത്തോടൊപ്പം കൊണ്ടുപോകുക എന്ന് പറയുന്നതിനകത്തൊന്നും ഒരു വിഷയമില്ല. അതായത് ഏറ്റവും തുല്യമായി വീതിക്കപ്പെട്ടുള്ള ഒന്ന് സമയമാണ്. എല്ലാവർക്കും 24 മണിക്കൂറുള്ളൂ. അത് മുഖ്യമന്ത്രിക്കും അതെ, പ്രസിഡന്റിനും അതെ, എനിക്കും അതെ, ട്രംപിനും അതെ. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറുള്ളൂ. ഇത് നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് ജീവനും സമയവും മാത്രമാണ്. ഇത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ വായിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വായിക്കാനുള്ള സമയവും സന്ദർഭങ്ങളും ഒക്കെ കിട്ടും. പക്ഷെ ഇത്രയധികം വിഷ്വലുകളും കളറിനോടും നമ്മുടെ തലച്ചോറ് പൊരുത്തപ്പെട്ടിട്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിന്റ് ചെയ്ത അക്ഷരങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ കുറെ നേരം പോവുക എന്ന് പറയുന്നത് ഇപ്പം അത്ര എളുപ്പമല്ല, ശീലമില്ലെങ്കിൽ എന്നുള്ളതാണ്. പിന്നെ വായിക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. വായിക്കുമ്പോൾ നിങ്ങളുടെ ഭാവനയ്ക്ക് ഒരു വലിയ പ്രസക്തിയുണ്ട്. ഒരു നല്ല വീട്ടിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി താമസിക്കുന്നു എന്നൊരു കഥ നിങ്ങൾ വായിച്ചാൽ, ഈ നല്ല വീട് 100 പേര് വായിച്ചാൽ 100 നല്ല വീടും 100 പെൺകുട്ടിയുമാണ്. നമ്മുടെ ഭാവന അതിന്റെ കൂട്ടത്തിൽ പോകും. ഞാനിപ്പോ ഇത് പറഞ്ഞപ്പോ തന്നെ ഒരു നല്ല വീട്ടിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി ജീവിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ മനസ്സിൽ വന്ന ഇമേജ് പലതായിരിക്കും. പക്ഷെ ഞാനിത് ഷൂട്ട് ചെയ്ത് കാണിച്ചാൽ ചെമ്മീൻ നോവൽ വായിച്ചവരുടെ എല്ലാം മനസ്സിൽ അവനവന് ഇഷ്ടമുള്ള കറുത്തമ്മയും സിനിമ കണ്ടവർക്കെല്ലാം അത് ഷീലാമ്മയുമായി പോയി. ഇനി നിങ്ങൾക്ക് വേറൊരാളെ അവിടെ സങ്കല്പിക്കാൻ വലിയ പാടാണ്. അപ്പൊ നമ്മുടെ ഭാവനയ്ക്ക് വലിയ പ്രസക്തിയുണ്ട് വായനയിൽ. കാഴ്ചയിൽ അത് വളരെ കുറവാണ്. ഈ കാഴ്ചയുടെ കാര്യം ചെമ്മീൻ സിനിമ കാണുന്നതിന് മുമ്പ് ഞാൻ ആ ചെമ്മീൻ നോവൽ വായിച്ചതാണ്. നല്ല പ്രായമുണ്ടല്ലോ. അല്ല, റിലീസ് അല്ല, TV-യിൽ വന്നിട്ട് കാണുന്നത്. കാരണം 65-ലാണ് ചെമ്മീൻ റിലീസ് ആയത്. അതിനുശേഷം TV-യിൽ വന്നത്. ഞാൻ തെറ്റിദ്ധരിച്ചു പെട്ടെന്ന്. നിങ്ങളെ തെറ്റിദ്ധരിച്ചില്ലേ? ചെമ്മീൻ സിനിമ കാണുമ്പോ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ TV-യിൽ ഞാനും കണ്ടിട്ടുള്ളത്. നമ്മുടെ കാലത്തൊക്കെ ഞാനേ ഒരു പുതിയ നടൻ ഒരു ദിവസം ഒരു വലിയ ഷൂസ് ഇട്ടുകൊണ്ട് വന്നിരിക്കും, ഭയങ്കര തിളക്കമുള്ള ഷൂസ്. പുതിയ കാലത്ത് ഇപ്പോഴത്തെ സിനിമയിലോട് നടണം. ഇതൊരു തെറ്റല്ല കേട്ടോ. ഞാൻ അവനോട് ചോദിച്ചിട്ട്, നീ നല്ല ചെമ്പകുഞ്ഞായിട്ടാണല്ലോ വന്നേക്കുന്നതെന്ന് പറഞ്ഞു. കാരണം അവൻ ഹിറ്റ് അടിച്ച് ഉടനെ തന്നെ മൊത്തം തിളങ്ങുന്ന ഷർട്ടും തിളങ്ങുന്ന ഷൂസും ഒക്കെ ഇട്ടുകൊണ്ട്, നീ ചെമ്പകുഞ്ഞായിട്ടാണല്ലോ വന്നേക്കും ഇങ്ങനെ ഇരുന്ന്. കുറച്ചപ്പോ നേരത്തെ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ ഞങ്ങളുടെ ചെമ്പകുഞ്ഞി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ചെമ്മീൻ ഞാൻ കണ്ടിട്ടില്ല. തെറ്റില്ല, പക്ഷെ ഞാൻ പറഞ്ഞ അങ്ങനെ കുറെ സാധനങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. പറഞ്ഞു. ഞാൻ പറഞ്ഞത് ചെമ്മീൻ എന്ന പുസ്തകം അത് വായിക്കുമ്പോൾ ഈ കറുത്തമ്മയുടെ മനോവിചാരങ്ങളിലൂടെ ആ പുസ്തകം പോകുന്നുണ്ട്. പക്ഷെ ഇത് എങ്ങനെ നമ്മൾ കാണിക്കും? ഭയങ്കര പ്രയാസമല്ലേ, ഒരു ചലഞ്ച് അനുസരിക്കും. ദൃശ്യാവിഷ്കാരം മനോവിചാരങ്ങളുടെ കാര്യത്തിൽ വലിയ ചലഞ്ചല്ലേ, അത് വായിച്ചല്ലേ പറ്റൂ. അതെ, അത് ഫാന്റസി ഒക്കെ അങ്ങനെയാണ്. നമ്മൾ വായനയിൽ നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട്. നമ്മുടെ സ്പേസിൽ സ്ലോ ആയിട്ട് നമ്മളത് അതിലൂടെ കടന്ന് പോകും. നമ്മുടെ ഇൻഫർമേഷൻ ഫ്ലഡ് നമ്മളെ ബാധിക്കത്തില്ല. നമുക്ക് വളരെ ഫോക്കസ് ഉണ്ട്. മറ്റേത് അങ്ങനെയല്ല, നിങ്ങൾക്ക് ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത. ഇപ്പം ഈ നിരന്തരം എന്റെ പിള്ളേരൊക്കെ
ഈ TV ഒക്കെ കണ്ട് ഈ ഫ്രണ്ടിൽ നിന്നുള്ള സൗണ്ട് കേട്ട് സൈഡിൽ നിന്നുള്ള വിളിയൊന്നും ചിലർ കേൾക്കണ പോലുമില്ല. ഇവിടെ അടുക്കളയിൽ നിന്നൊക്കെ അടി എന്നൊക്കെ പറഞ്ഞ് മോളെ നേരെ മുന്നിൽ ഒന്ന് വിളിച്ചാലേ കേൾക്കുള്ളൂ. അങ്ങനെ ആയിട്ടുണ്ട്. സത്യം. നമ്മള് എന്റെ പരിപാടിയിൽ തന്നെ ഞാൻ പലപ്പോഴും ആൾക്കാരോട് മനഃപൂർവ്വം പറയാറുണ്ട്. ഇപ്പം മെക്സിക്കോയിലെ ഒരു സാധാരണ ഗ്രാമത്തിലെ ഒരു വീടിന്റെ അടുക്കള സങ്കല്പിക്കുക. അപ്പൊ അവർ സങ്കല്പിച്ചോളൂ, ഞാൻ പറയേണ്ട ആവശ്യം. എന്റെ സമയത്ത് കണ്ണടച്ച് കണ്ടുകൾ ഗുണം അവർ സങ്കല്പിക്കാം. വിഷ്വൽ കാണിക്കുന്നുണ്ട്. ഞാൻ പലരും കാണാറില്ല. കാരണം വെച്ചാൽ അവന് സങ്കല്പിക്കാൻ സൗകര്യമാണെന്നുള്ളതുകൊണ്ട് പലരും കേൾക്കുന്നവർ ഒരുപാടുണ്ട് അതിനകത്ത്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ സിനിമയിൽ പറയുന്ന സാധനത്തെക്കാൾ എത്രയോ വലുതാണ് റിട്ടേൺ ടെക്സ്റ്റ് എന്ന് പറയുന്ന സാധനം. അത് എഴുത്ത് എപ്പോഴും ഒരു വേൽക്കൈ ഉണ്ടാവില്ലേ? അതല്ലേ തോന്നിയിട്ടുള്ളത്. അത് റിട്ടേൺ ടെസ്റ്റിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അത് കുറച്ചുകൂടെ നമ്മുടെ സ്പേസും കൂടെ തരുന്നുണ്ട് എന്നുള്ളതുള്ളൂ. പിന്നെ കാഴ്ചകളോട് നമുക്കൊരു വലിയ ഒരു താല്പര്യമുണ്ട്. കാഴ്ചകളോട് നമുക്ക് വലിയ താല്പര്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആളുകൾ ഇവിടുന്ന് ട്രെയിൻ പിടിച്ചും ബസ് പിടിച്ചും താജ്മഹൽ കാണാൻ പോകുന്നത്. അല്ലാണ്ട് ഇത് പൊട്ടിച്ചോണ്ട് വരാൻ പറ്റൂല എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ട്. വലിയ കാഴ്ചകളോട് നമ്മൾക്ക് വലിയൊരു ആഭിമുഖ്യമുണ്ട്. കടൽ കാണാൻ പോകുന്നതും ടൂർ പോകുന്നതും ഒക്കെ കാഴ്ചകൾ കാണാനാണ്. അപ്പം നമുക്ക് അതിനോടൊരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റിൽ നമുക്ക് ഇതിനോടൊരു താല്പര്യമുള്ളത് കൊണ്ട് ആ സുഖം വായനയിൽ ഇല്ലാത്തത് കൊണ്ടാണ് കൂടുതലായിട്ട് കാഴ്ച എപ്പോഴും ഇതിനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ ജേർണലിസ്റ്റ് ആവുന്നതിന് മുമ്പ് ഓയിൽ ഫീൽഡിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പം എന്റെ കൂടെ ഒരു ഹരിയാനക്കാരൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ തമിഴ്നാട്ടിലെ കാരക്കൽ എന്ന സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ, ഈ സുനാമി പോകുന്ന സ്ഥലത്ത് അവിടെ ജോലി ചെയ്യുമ്പോൾ ഇവനെ കൂട്ടി ഒരു ദിവസം ബീച്ചിൽ പോയി. അപ്പം ഇവൻ ഭയങ്കര ഹാപ്പി. 30 വയസ്സങ്ങാണ്ടായിരുന്നു ആശ. ഞാൻ ചോദിച്ചപ്പോൾ ആദ്യമായിട്ടാണ് കടൽ കാണുന്നത്. ഹരിയാനയിൽ താമസിക്കുന്നത് ആദ്യമായിട്ടാണ് കടൽ തീരത്തേക്ക് വരുന്നത്. ആ ഒരു കാഴ്ചക്കുള്ള കാഴ്ച വളരെ നമ്മൾ കുറെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നീ ഇത് കണ്ടോ, നീ ഇത് ചെയ്തത് ഇത് കണ്ടോ എന്ന് പറയുന്ന പോലെ കാണാൻ വലിയ അഡ്രസ്സിങ് ആയതുകൊണ്ടാണ് അതിനോടൊരു ആഭിമുഖ്യം ഉള്ളത്. പറയൂ. നമസ്കാരം. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞു നമ്മള് പ്രതിച്ഛായയുടെ കാര്യമൊക്കെ. നമ്മൾ ഒരാളൊരു വീഡിയോ ഇടുമ്പോഴാണെങ്കിലും കമന്റ് ബോക്സിലാണെങ്കിലും ഓരോരുത്തർ അവർക്ക് ഇഷ്ടമുള്ളത് പോയി കമന്റ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയാ ചെയ്യാൻ പാടുന്നു എന്നുള്ളൊരു ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതായിരിക്കും. പക്ഷെ അതില് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും മറ്റൊരു എത്രത്തോളം നമുക്കത് പറയാം എന്നുള്ളത് തമ്മിലൊരു ലിമിറ്റ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഫിലിം ക്രിറ്റിക്സിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴും നമ്മൾ അവരെ പലപ്പോഴും ഇപ്പം റീസെന്റ് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അതൊരു വലിയ വിവാദമായിരുന്നു ഇവിടെ. സിനിമ റിവ്യൂസ് ഇതൊക്കെ പറയുമ്പോൾ അപ്പൊ ഈ ഒരു ലിമിറ്റ് ആരാണ് എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. അതായത് ഇപ്പൊ എനിക്ക് ചിലപ്പോൾ അത് ശരിയാണെന്ന് തോന്നിയിരിക്കാം എന്റെ ഒരു ചാനലിൽ ഞാൻ പറയുന്ന ഒരു കാര്യം. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് അത് ഭയങ്കര ഒഫൻസീവ് ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ ഒരു പ്രതിച്ഛായ അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ്, ആ ലിമിറ്റ് എങ്ങനെയാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് കൂടുതൽ പറയാനുള്ളൊരു അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായ വാക്കുകളാൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൊതുബോധം അല്ലെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ ഇത്ര നാള് ജീവിച്ചത് കൊണ്ടുണ്ടായ നമുക്ക് പരിചയം, ഇതിൽ നിന്ന് നമ്മൾ തീരുമാനിക്കുന്നതിനപ്പുറം കോടതിയിൽ പോയാൽ ചിലപ്പോൾ ഇതിന്റെ ലിമിറ്റുകൾ കോടതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് ഓഫ് വാക്കുകളിലോ കാര്യങ്ങളിലോ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് ഷുഗർ ഉണ്ട്, ഇതിന്റെ ലിമിറ്റ് എത്രയാണ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അളന്നാൽ ഒരു ഡോക്ടറെ കണ്ടാൽ ഇത് പറയാൻ പറ്റും. പക്ഷെ എനിക്ക് അസൂയുണ്ട്, എന്റെ അസൂയയുടെ ലിമിറ്റ് എത്രയാന്ന് ചോദിച്ചാൽ ഇതിന് വളരെ കൃത്യമായിട്ട് ഇന്നിടം വരെ നിങ്ങൾക്ക് പറയാം, ഇന്നത് കഴിഞ്ഞ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ അസൂയ ഫീൽ ചെയ്യും. എന്റെ പെരുമാറ്റത്തിലും വായിലും വർത്താനത്തിലും നിങ്ങൾക്ക് ഈ അസൂയ ഫീൽ ചെയ്യും. ഇതെവിടെ വരെ ഫീൽ ചെയ്യിക്കാൻ പറ്റുന്നുള്ളത് നമ്മുടെ ബോധ്യങ്ങളിൽ നിന്നും, ഒരു പൊതുജീവിതം, ഒരു സാമൂഹിക ജീവിതം നയിക്കുക വഴി നമുക്കുണ്ടായിട്ടുള്ള ബോധ്യങ്ങളിൽ നിന്നും നമുക്ക് തിരിച്ചറിയാനേ പറ്റുള്ളൂ. അല്ലാതെ ഇതിനൊരു ലിമിറ്റ് ഒരാളെ ഇത്ര വിമർശിക്കാം, ഇത്ര പറയാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഇവനിത് ഒഫൻസീവായിട്ട് തോന്നിയിട്ട് ഇവൻ കോർട്ടിൽ പോകും. ഇവന്റെ വാക്കുകളിൽ ഇത്രയും വാക്കുകൾ ഉണ്ടെങ്കിൽ, ഇന്ത്യന്റെ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ, ഇവന്റെ വ്യക്തി ജീവിതത്തെ ഇവൻ കടന്നാക്രമിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അവൻ ശിക്ഷിക്കപ്പെടും. അല്ലെങ്കിൽ അതിനങ്ങനെ കാര്യമായിട്ട് ലിമിറ്റുകളില്ല. മറ്റൊന്നെന്ന് പറയുന്നത്, നമ്മൾ ഒരു കാട്ടിൽ കൂടെ രാത്രി നടക്കുകയാണെങ്കിൽ അവിടെ പാമ്പുണ്ടോ എന്ന് ചിന്തിക്കുള്ളൂ, അവിടെ പൂമ്പാറ്റമുണ്ടോ എന്ന് ചിന്തിക്കാറില്ല. കാരണം ഈ പാമ്പ് നമ്മളെ കടിക്കും, പൂമ്പാറ്റ നമ്മളൊന്നും ചെയ്യൂല. അതേപോലെ നമ്മളിടുന്ന ഓരോ കമന്റിനകത്തും ഒരുപാട് നല്ലതുകൾ വന്നാലും ഒരു മോശം ഉണ്ടെങ്കിൽ നമ്മൾ അതുമേ ചെന്ന് കൂത്തും. 10-15 കമന്റ് ഉള്ളതിൽ ഒരു മോശം ഉണ്ടെങ്കിൽ അവനെ ചെന്ന് പ്രൊഫൈലിൽ നോക്കി അവനൊരു റിപ്ലൈ കൊടുക്കാനുള്ള ടെൻഡൻസി ബാക്കി 9 നല്ലത് പറഞ്ഞവരോട് നമ്മൾ പലപ്പോഴും കാണിക്കാറില്ല. നമ്മുടെ പരിപാടികൾ തന്നെ മോശമാകുമ്പോൾ എത്രയോ പേര് നിർത്തിക്കൂടെ എന്ന് എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒരുത്തും പോലും നന്നാക്കി കൂടെ എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. നിർത്തിയാൽ ഞാനിങ്ങനെ നന്നാവും, ഞാൻ വീണ്ടും ചെയ്തല്ലേ എനിക്ക് നന്നാകാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു പൊതുവെ അങ്ങനെയാണ് ആളുകൾ, ഒരു നേരത്തെ പറഞ്ഞ സമൂഹം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ
അതിന് ഇപ്പൊ താൻ ഈ ചോദിച്ച ചോദ്യത്തിന് എവിടം വരെ ആകാം ഇത് എന്ന ചോദ്യത്തിന് നമുക്കൊരു മാർക്കറ്റ് സ്പേസ് കിട്ടാൻ പാടായിരിക്കും. സാർ അവിടെ ഒരു പെൺകുട്ടി എണീറ്റ് നിൽക്കുന്നു. സാർ ഒരു നിമിഷം, ഒരു കുട്ടി എണീറ്റോട്ടോ, അത് കഴിഞ്ഞ് പിടിക്കാം. നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു രീതിയാണ്. ഇപ്പം എവിടെ വരെ ആവണമെന്നുള്ളതാണ് പകരം എവിടെ തൊട്ടെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈ റീസെന്റ് ആയിട്ട് നടക്കുന്ന ഇൻസിഡന്റ് ഇപ്പൊ നേരത്തെ പറഞ്ഞതിനെ പരിഗണിച്ചിട്ട് തന്നെ പറയുന്നത്, ഇപ്പം നമ്മള് ഒരു അവസരത്തിൽ, അതായത് ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമയത്ത് ഹണിറോസ് വേണ്ട വ്യക്തി പ്രതികരിച്ചില്ല എന്നതിന്റെ പേരിൽ അവർക്ക് സ്വന്തമായിട്ടൊരു ആവശ്യം വന്ന സമയത്ത് അവരിപ്പൊ പ്രതികരിച്ചു. അപ്പം അന്ന് പ്രതികരിക്കാത്ത ആൾ ഇന്ന് പ്രതികരിച്ചല്ലോ എന്ന് പറഞ്ഞതില്ലേ. അപ്പം ഡോർ ഒന്നാമത്തെ ഡോറ് തുറക്കാതെ രണ്ടാമത്തെ ഡോറിലേക്ക് പ്രവേശിച്ചു. ആ ഒരു ടൈപ്പ് ഓഫ് നെറേറ്റീവ് ആണ് ഇപ്പൊ വരുന്നത്. അപ്പം നമുക്ക് വേണ്ട രീതിയിലൊരു ജസ്റ്റിസ് കിട്ടണമെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് ആ ഒരു വാദം കൊണ്ട് വന്നാലേ നമ്മൾക്ക് സെക്യൂർ ചെയ്യേണ്ട റൈറ്റ് നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു സംഭവമാണല്ലോ ഇപ്പൊ നമ്മുടെ സമൂഹം അസേർട്ട് ചെയ്യുന്നത്. സാമൂഹികമായ ജസ്റ്റിസ് ആണ് നിങ്ങൾ പറയുന്നത്, കോടതിയിൽ പോകുന്ന ജസ്റ്റിസ് അല്ല. നമ്മുടെ സമൂഹം നമ്മളെ ജഡ്ജ് ചെയ്യുന്നു, സമൂഹം അതാണ് നമ്മളുടെ വിഷയം. ഇതിപ്പോ നമ്മളിപ്പോ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, സമൂഹം നിങ്ങളെ വല്ലാതെ ജഡ്ജ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. തിരിച്ച് വളരെ വിദഗ്ധമായി നിങ്ങൾക്ക് നിങ്ങളെ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന രീതി ഉപയോഗിച്ചുകൊണ്ട് അവരെ പറ്റിക്കുകയും ചെയ്യാം. അതിനാണ് ഫിക്ഷൻ ഉപയോഗിക്കുന്നത്. ഈ PR വരുന്നത് അല്ലെ വേറെ കാര്യങ്ങളൊന്നും, ഞാനൊരു മഹാനാണ്, ഞാനൊരു നല്ലവനാണ്, ഒരുപാട് മിടുക്കുള്ളവനാണ്, അവനാളൊരു പ്രതിഭയാണ് എന്ന് കുറെ പേരെ കൊണ്ട് പറഞ്ഞും പറയിച്ചും നിങ്ങൾക്ക് ഞാനൊരു വലിയ പ്രതിഭയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനും പറ്റും. തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ താനീ പറഞ്ഞ വിഷയത്തിൽ എല്ലാ വിഷയത്തിലും എല്ലാവരും പ്രതികരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇത് വന്നപ്പോഴൊക്കെ നമുക്ക് പ്രതികരിച്ചില്ല, ലാലേട്ടൻ പ്രതികരിച്ചില്ല, അത് ഇവിടെ നടന്നു, മറ്റേൾ പ്രതികരിച്ചില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു തരം കണ്ടന്റ് ക്രിയേഷൻ ആണ്. ഇവർക്ക് ഈ പ്രതികരണങ്ങളോട് പ്രതികരിക്കാൻ വേണ്ടിയാണ് പ്രതികരിച്ചില്ല എന്ന് പറയുന്നത്. അല്ലാതെ ഇത് പ്രതികരിച്ചിട്ട് ഇവർക്കൊന്നും സത്യത്തിൽ വലിയൊരു വിഭാഗം ആളുകൾക്കൊന്നും വലിയ വിഷയങ്ങളൊന്നും ഇതിനകത്തില്ല. ഒന്ന് പ്രതികരിച്ചിട്ടിട്ട് വേണം എനിക്കൊന്ന് പ്രതികരിക്കാൻ, നമ്മുടെ ജോലി ഇട്ടിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് പറഞ്ഞ പോലെയുള്ളതാണ് ഇതിനകത്തൊരു പ്രാഥമികമായ പ്രശ്നം. അപ്പോ നമ്മൾ ഈ കാര്യം ഞാൻ മാറി എന്നല്ല പറയുന്നത്, ഞാൻ ഉൾപ്പെടുന്ന നിങ്ങൾ ഉൾപ്പെടുന്ന ആളുകൾ ഒരു കാര്യത്തിലെ ഡിസിഷനിലേക്ക് പോകുന്നതിന് മുമ്പ്, ഒരു കാര്യത്തിന്റെ കമന്റിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ചും കൂടി വാസ്തവങ്ങൾ അറിയാൻ ശ്രമിച്ചാൽ അത് നമുക്ക് നല്ലതായിരിക്കും. പിന്നെ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് പറയാം, ഇപ്പം ഞാൻ എന്റെ ക്ലാസ് റൂമിൽ ഇരുന്ന് ഞാനൊരു അഭിപ്രായം പറയുമ്പോൾ അത് ഒരിക്കലും മാഗ്നിഫൈഡ് ആവുന്നില്ല. പക്ഷെ താങ്കളെ പോലെ ഒരാൾ ഒരു പൊതുസമൂഹത്തിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ അത് മാഗ്നിഫൈഡ് ആവുന്നു. അപ്പം ഒരുപക്ഷെ താങ്കൾ പറയുന്നതിനേക്കാൾ വാല്യൂഡ് ആയ ഒരു കാര്യമായിരിക്കും ഞാൻ പറയുന്നത്, പക്ഷെ പൊതുമധ്യത്തിൽ എന്റെ പോയിന്റ് എത്തുന്നില്ല. അപ്പം അത് തമ്മിൽ റീച്ച് ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ഞാൻ അതിനേക്കാൾ ഒഫെൻസീവ് ആയിട്ട കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്, പക്ഷെ പൊതുമധ്യത്തിൽ അതിനേക്കാൾ വീര്യം കുറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ ആളായിരിക്കും അതിനേക്കാൾ ക്രൂശിക്കുന്നത്. അപ്പൊ പൊതുമധ്യം എന്നതല്ലേ ഇവിടെ. നേരത്തെ നിങ്ങള് നമുക്ക് ചാക്കടെ പോകുന്നൊരു കാര്യം പറഞ്ഞില്ലേ, അത് കോണ്ടെക്സ്റ്റ് ആണ്. അതുപോലെ തന്നെ ആര് പറഞ്ഞു, ഇപ്പൊ ബയസ്ഡ് ആകുന്നു എന്ന് പറയുന്നത് പോലെ ആര് പറഞ്ഞു എന്നതിന് വലിയ പ്രസക്തിയുണ്ട്. അവനോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് പലപ്പോഴും മൂന്നാമത് നിൽക്കുന്ന നമ്മുടെ വിഷയം. അപ്പം ആര് പറഞ്ഞു എന്നുള്ളത് ഒരു വലിയ വിഷയം തന്നെയാണ്. അത് ചെറിയൊരു ശബ്ദത്തിൽ താൻ മുകളിലിരുന്ന് പറയുന്നതും ഒരു വലിയ ഒരാള് ഒരു പൊതുവേദിയിൽ പറയുന്നതുമായിട്ട് സമൂഹം റിസീവ് ചെയ്യുന്നതിന് വലിയ മാറ്റങ്ങളുണ്ട്. അത് തന്നെ ഞാനും താനും പറഞ്ഞേട്ടോ, ചോദ്യോത്തരമായിട്ടില്ല. ഇവിടെ ഒരു സാർ നേരത്തെ മൈക്കെടുത്ത് നിൽക്കുന്നുണ്ട്, പറയൂ. ഒരു അസൂയോട് ചോദിക്കുകയാണ്, താങ്കളുടെ ഈ വാചകമടിയുടെ രഹസ്യവും സൗന്ദര്യത്തിന്റെ രഹസ്യം, ഒപ്പം അദ്ദേഹത്തിന്റെ ഈ മമ്മൂട്ടിയായിട്ടുള്ള ബന്ധം, ഇത് എന്തെങ്കിലും പറഞ്ഞപ്പോ ചേട്ടൻ ഓർമ്മ ഇല്ല ഉത്തരം പറഞ്ഞില്ല. താങ്കളുടെ വാചകമടിയുടെയും സൗന്ദര്യത്തിന്റെയും ഒപ്പം മമ്മൂട്ടിയുടെ എന്തെങ്കിലും വാചകമടിയുടെ എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ വാചകം അടിക്കുമായിരുന്നു. ഇതിനൊരു പരിശീലനമുണ്ടല്ലോ. നമ്മൾ സൗഹൃദങ്ങളിൽ അല്ലാത്ത ഇടങ്ങളിലെല്ലാം നിരന്തരമായി സംസാരിക്കുകയും സംവേദിക്കുകയും ചെയ്ത് റെഗുലറായിട്ട് ഇത് ചെയ്ത് നമുക്ക് ഇതിന് വാക്കുകൾക്ക് വേണ്ടി അലയേണ്ട ഒരു അവസ്ഥ ഇല്ലാതെ വരുന്നു. പിന്നെ ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ആൾക്കാർ ഇതിന്റെ ചില നർമ്മങ്ങളുടെയൊക്കെ ലോജിക്കൊക്കെ, ഞാൻ ചില തമാശ കഥകൾ പറഞ്ഞതിൻ്റെയൊക്കെ താഴെ ലോജിക്ക് ആലോചിച്ചിട്ട് ഇവിടുന്ന് ഇവൻ അന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നോ, ഇവൻ അന്ന് അവിടെ പാലം ഉണ്ടായിരുന്നു. ഞാനൊരു കഥ പറഞ്ഞു. മുളന്തുരുത്തി ഭാഗത്തൊരു റോഡിൽ വണ്ടി നിർത്തിയിട്ട് ഒരു ചെറിയ റെയിൽവേ ട്രാക്കാണ്, ട്രെയിൻ പോയിട്ട് പോകാമെന്നും പറഞ്ഞ് എൻ്റെ ഡ്രൈവർ കുറേ നേരം നിർത്തിയിട്ടു. അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോൾ അതൊരു ടോളായിരുന്നു, റെയിൽവേ ക്രോസ് അല്ലായിരുന്നു.
ഒരാൾക്ക് 2 രൂപ എടുത്തപ്പോൾ അയാൾ കോരി പൊക്കി തന്ന് ഞങ്ങൾ പോവുകയും ചെയ്തു രാത്രി. അപ്പം ഒരുപാട് പേര് എന്ത് കഥയാണ് ആ വഴിയിൽ അങ്ങനെ ഒരു ടോളില്ലല്ലോ. ഇത് 15 രൂപ മുമ്പായി ടോളുള്ളത്, അതറിയാത്തവൻ വന്ന് ഈ ചീത്ത പറയാണ്. അപ്പൊ ഞാനത് പറഞ്ഞത് നമുക്ക് തള്ളായിട്ടും വാചകമടിയായിട്ടും തോന്നുന്നത് വാചകമടി തന്നെ ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന സ്ഥലങ്ങളിൽ കണ്ടന്റ് ഉണ്ടാക്കപ്പെടുന്നത് കൊണ്ടാണ്. അതിനൊരു നിശ്ചയ ദൈർഘ്യം വേണം. അപ്പം ചില സമയത്ത് നമുക്ക് തിരിച്ചും പറ്റും. ഇപ്പം ഞാൻ ബഡായി ബംഗ്ലാവ് ചെയ്യുന്ന സമയത്ത് പണ്ടൊക്കെ മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ള ഇപ്പൊ ഉദാഹരണം ഗീത എന്ന് പറയുന്ന നടി വരും. അപ്പൊ ആ നടിയോട് ഞാൻ പഞ്ചാഗ്നിയെ കുറിച്ച് ചോദിച്ചു, ഒന്നിന്റെ സിനിമകളെ കുറിച്ച് ചോദിച്ചു. പക്ഷെ ഇവര് വളരെ മിതമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരു വാക്കിൽ ഉത്തരം പറയും, 6 വാക്കിൽ ഉത്തരം പറയും. പിന്നെയും 1.5 മണിക്കൂർ എപ്പിസോഡ് വേണം. ഞാൻ ഇരുന്ന് 1.5 മണിക്കൂർ ഇത് എത്തിച്ചു. ഇതിന്റെ പിറ്റേ ദിവസം നമ്മൾ വഴിയിൽ ഇറങ്ങുമ്പം നിന്റെ വർത്തമാനം കേൾക്കാനല്ല ഞങ്ങൾ ഈ പരിപാടി കാണുന്നത്, ഗീതയെ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നതോടെ ഞാൻ കേൾക്കണം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇതിന് ബാധ്യസ്ഥനായി പോയി. അപ്പം അത് പലപ്പോഴും ഒരു വാചകടിയായിട്ട് തോന്നുന്നു. വാചകടിക്കുന്ന പരിപാടികൾ കാണുന്നതുകൊണ്ടാണ്. അല്ലെ ഞാൻ മിണ്ടായിരിക്കും. എന്റെ വീട്ടിൽ വന്ന് നോക്കൂ, ഭാര്യ ഞാൻ മിണ്ടത്തില്ല. ഒരു സ്ഥലത്ത് പോലും സൗന്ദര്യത്തിന്റെ രഹസ്യം പറഞ്ഞില്ല. മമ്മൂട്ടിക്ക് അതിൽ പങ്കുണ്ടോ? അദ്ദേഹത്തിന് പങ്കുമില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ദുൽഖർ സൽമാന്റെ സൗന്ദര്യത്തിലൊക്കെ അദ്ദേഹത്തിന് പങ്കുണ്ട്. എനിക്ക് സൗന്ദര്യത്തിന് ജനറ്റിക്കലായിരിക്കും എന്ന് തോന്നുന്നു. അല്ലാണ്ട് ഞാൻ സത്യത്തിൽ ഈ മറ്റേ മുത്തശ്ശിയുടെ കാച്ചി വെളിച്ചെണ്ണ തേക്കുന്ന അങ്ങനെയൊക്കെ പറയാനുള്ള പരിപാടികളിലൊന്നും കാര്യമായിട്ടില്ല. ഷുഗർ കഴിക്കാത്ത ആളാണോ? ഷുഗർ കഴിക്കില്ല, ചോറ് കഴിക്കില്ല, എല്ലാം കഴിക്കും. നല്ല കൈ അടുത്ത കഴിച്ചു തുടങ്ങിയത് തന്നെ. അപ്പൊ നല്ല കഴിവ് കഴിക്കുന്നുണ്ട്. അതിനങ്ങനെ രഹസ്യങ്ങളൊന്നുമില്ല. നമ്മളൊക്കെ ഏതാണ്ട് ഫുൾ ടൈം പരസ്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ATM-ന്റെ പിന്നും മൊബൈലിന്റെ ലോക്കും അല്ലാണ്ട് ഒരു രഹസ്യം എനിക്കില്ല. അത്രയും പരസ്യമായിട്ട് ജീവിക്കുന്ന ആളാണ്. നമ്മുടെ സമയം വേണമെങ്കിൽ 4 മണി ആവാറുണ്ട്. ചോദിച്ചോളൂ. മൈക്കോ. എൻ്റെ പേര് പ്രീത. അപ്പോൾ എന്നെ പോലെ ഈ ഹാളിലിരിക്കുന്ന ഭൂരിപക്ഷം പേർക്കും ഒരുപക്ഷെ രമേഷ് പിഷാരടി എന്ന് പറഞ്ഞാൽ ഒരു കൊമേഡിയൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൗണ്ടർ കിങ് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ഇന്ന് ശരിക്കും ഇങ്ങനെ ഒരു സെഷനിൽ പങ്കെടുത്തതോടുകൂടി അങ്ങനെ അല്ലാത്ത ഒരു യഥാർത്ഥത്തിലുള്ള രമേഷ് പിഷാരടി എന്താണ് എന്ന് ഞങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ സാർ നേരത്തെ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഇമേജിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ സാർ പറഞ്ഞത് വ്യക്തികളും ആശയങ്ങളും രണ്ടാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതെങ്ങനെയാണ് സാർ? വ്യക്തി എന്ന് പറയുന്നത് ആശയങ്ങളിൽ നിന്നല്ലേ ഒരു വ്യക്തി ഉണ്ടാകുന്നത്. അപ്പൊ വ്യക്തി പ്രത്യേകം ആശയം പ്രത്യേകം എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? അതുപോലെ ഇപ്പോ സാർ ഒരുപാട് വർഷമായിട്ട് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന ആളാണല്ലോ. അപ്പൊ ഒരു 10-20 വർഷത്തിന് മുൻപ് പറഞ്ഞ പല കോമഡികളും ഇന്ന് പറയുമ്പോൾ അത് ബോഡി ഷേമിങ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കി നമ്മൾ സംസാരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആശയാവിഷ്കാരങ്ങളെ എത്രമാത്രം ബാധിക്കുന്നുണ്ട് എന്ന് സാറിന് തോന്നിയിട്ടുണ്ട്? ഇതില് ആദ്യത്തെ ചോദ്യം, വ്യക്തിയും ആശയവും രണ്ടല്ല, അത് എങ്ങനെയാകും എന്ന് ചോദിക്കുന്നത്. വ്യക്തികളാണ്, വ്യക്തികളിലെ ഈ ആശയങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ജീവികളിലോ കല്ലിലോ കട്ടയിലോ ഒന്നും ആശയങ്ങൾ നിൽക്കരുത്. നമ്മൾ ആശയങ്ങൾ പറയുന്നു. പക്ഷെ ഞാനൊരു ആശയവും നിങ്ങളൊരു ആശയവും കയറുന്നുണ്ട് എന്ന കാരണം കൊണ്ട് നമ്മൾ തമ്മിൽ ശത്രുക്കളാവേണ്ട ആവശ്യമില്ല. അത് മനുഷ്യന്റെ ജനറ്റിക്കലി അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഇപ്പം ഐഫോൺ ഉപയോഗിക്കുന്ന ഒരാളും സാംസങ് ഫോൺ ഉപയോഗിക്കുന്ന ഒരാളും എന്നോട് ഞാൻ സാംസങ് ഉപയോഗിക്കുന്നു പറയുന്നത്, ഏതാ ഉപയോഗിക്കുന്ന സാംസങ്, ഞാൻ ഐഫോണാണ്. നീ എന്താ ഐഫോൺ ഉപയോഗിക്കാത്തത്? എനിക്കെന്തോ ഐഫോൺ പറ്റുന്നില്ല. ഞാൻ പറയും, അത് നീ ഒരു 2 ദിവസം ഉപയോഗിച്ച് നോക്കാത്തതുകൊണ്ടാണ്. ഉപയോഗിച്ച് നോക്കിയാൽ പറ്റും. അപ്പോൾ പോസ്റ്റ് പർച്ചേസ് റാഷണലൈസേഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ എന്താണോ അതിനുവേണ്ടി നമ്മൾ വാദിക്കുക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങനെ വാദിക്കാതിരുന്നാൽ അവൻ അവന്റെ ആശയത്തിൽ നിന്നോട്ടെ, ഞാൻ എൻ്റെ ആശയത്തിൽ നിന്നോട്ടെ എന്ന് പറഞ്ഞാൽ വ്യക്തിയെയും ആശയത്തിനെയും നമുക്ക് തികച്ചും രണ്ടായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. അതിന് കുറച്ചും കൂടെ ഇതിനെയൊക്കെ വൈകാരികമായി കാണാത്ത ഒരു തലം വേണം. നമ്മൾ വിചാരം എന്ന് പറയുന്നതിനകത്ത് വിചാരം കയറി തന്നെ നിൽക്കണം. അല്ലാതെ ഈ വികാരങ്ങൾ കൊണ്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതുകൊണ്ടാണ് ചിലപ്പം കൊലപാതകങ്ങൾ നടക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം രാജീവ് ഗാന്ധി ശിവരശനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. വൈകാരികമായ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുകയാണ്. അപ്പം വിചാരങ്ങളിൽ വിചാരം കയറി നിന്നാൽ നമുക്ക് വിചാരമാണ് കൂടുതലെങ്കിൽ വ്യക്തിയും ആശയവും നമുക്ക് രണ്ടായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് ആശയാവിഷ്കാരങ്ങളിൽ സാധിക്കുന്നതിനകത്ത് ഇതിന് നേരത്തെ ഈ കുട്ടി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞല്ലോ, കുറെ കാര്യങ്ങളൊക്കെ ഒരു മാനദണ്ഡങ്ങളുണ്ട്. ബോഡി ഷെയിം ചെയ്യുന്നതിന് കാര്യങ്ങളൊക്കെ ചിലർ പറയുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം ഇത് എങ്ങനെയാണ് ഷെയിം ചെയ്യുകയാണോ നമ്മൾ ചെയ്തത്, അഡ്രസ് ചെയ്യുകയാണോ ചെയ്തത് എന്നത് ചിലപ്പോൾ അറിയില്ല. ഒരു അജ്ഞാത ശരീരം ഒരു ഇടത്തുനിന്ന് കിട്ടി,
ഇയാളുടെ അടയാളം പണ്ട് പറയുകയാണെങ്കിൽ ഇയാളുടെ തൊലിയുടെ നിറം പറയണം, ഇയാളുടെ വണ്ണത്തെക്കുറിച്ച് പറയണം, ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ പറയണം. അപ്പൊ അത് പറയുന്നത് ബോഡി ഷെയ്മിങ് അല്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ടെങ്കിലും ചിലർ അതും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇതിപ്പോ ബോഡി ഉദാഹരണം പറഞ്ഞുകൊണ്ട ജീവിച്ചിരിക്കുന്ന ഒരാളെ അഡ്രസ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ഒരാളെ കാണാതെ പോയാൽ, ക്രോസ് ചെയ്ത് പോയാൽ പറയേണ്ടി വന്നാൽ പോലും ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ സാമൂഹികമായി ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മളെ നേരത്തെ പറഞ്ഞാൽ അങ്ങോട്ട് സമൂഹവും ഞാനുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങുകളിൽ നിന്നുള്ള തിരിച്ചറിവിൽ ഇപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല, നമ്മളത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ റേസിസം എന്ന് നമ്മൾ പറയുന്നുണ്ട്, റേസിസം ലോകം മുഴുവൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നോക്കൂ, എന്താണ് നമ്മൾ കറുത്ത നിറത്തെ നമ്മൾ കളിയാക്കരുതെന്ന് പറഞ്ഞാലും എന്തുകൊണ്ടാണ് ഒരു നേതാവ് കരിങ്കുടി കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് കരിയോയിൽ നമ്മൾ ഒഴിക്കുന്നത്? എന്തുകൊണ്ടാണ് കള്ളപ്പണത്തിന് ബ്ലാക്ക് മണി എന്നും ബ്ലാക്ക് ടിക്കറ്റ് എന്നും പറയുന്നത്? അപ്പൊ ഇത് ഏതോ കാലത്ത് അങ്ങനെ ഇതിന് ആരോപിച്ച് കിട്ടിയ കുറെ പ്രശ്നങ്ങളുണ്ട്. എല്ലാ നിറങ്ങൾക്കും ഇതുപോലെ സാഫ്രണൈസേഷൻ എന്ന് പറയുന്നു. കവി പണ്ടേ ഉള്ള കളറല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവിടെയുള്ള കളറുകൾക്കൊക്കെ ആരോപിത മൂല്യങ്ങൾ വരികയാണ്. ആരോപിത മൂല്യം എന്ന് പറഞ്ഞാൽ 100 നോട്ടിന് 100 രൂപയുടെ മൂല്യം ഉണ്ടെന്നുള്ളത് നമ്മൾ ആരോപിച്ചേക്കുന്നത്. ഒരു കുരങ്ങന്റെ മുന്നിൽ ഒരു പഴവും ഒരു 100 രൂപയും വെച്ചാൽ കുരങ്ങൻ പഴം എടുക്കും, കാരണം പഴത്തിന്റെ മൂല്യമുണ്ട്. 100 രൂപയുടെ മൂല്യം നമുക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് കൊടി, ഒരു പാർട്ടിയുടെ കൊടി ഞാൻ വലിച്ചു കയറി എന്നെ എല്ലാവരും കൂടി ഇടിക്കും. അതൊരു തുണിയാണ് എന്നല്ല, അത് ആ സമയത്ത് ഒരു തുണിയല്ല, അതിനൊരു ആരോപിത മൂല്യം വരുന്നുണ്ട്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഇത് ഏതാണ് ഇതിന്റെ അളവുകോലെന്ന് കൃത്യമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടുള്ള കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ നർമ്മം പറഞ്ഞാൽ കൃത്യമായി ഈ പറഞ്ഞ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കി മറ്റൊരാളെ വേദനിപ്പിക്കാതെ തമാശ പറയുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എനിക്ക് തോന്നുന്നു. പണ്ട് കലജീവിതം തന്നെ പുസ്തകത്തില് ഹാസ്യ ശുചീകരണം എന്നൊരു അധ്യായമുണ്ട്. അതിനകത്ത് പുള്ളി പറയുന്നുണ്ട്, നിങ്ങൾ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരാളോട് നിങ്ങൾ ഈ തമാശ പറഞ്ഞാൽ അത് അവരെ ഹേർട്ട് ചെയ്യില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ തമാശ നിങ്ങൾ പബ്ലിക്കായിട്ട് വേറെ ആൾക്ക് പറയാൻ പാടുള്ളൂ. അതെ, പുള്ളി പണ്ട് മുതലേ എഴുതി വെച്ചിട്ടുള്ള സാധനം വലിയ പാടാണ് അത്തരം കാര്യങ്ങളൊക്കെ. നമുക്ക് നമ്മുടെ സമയം ഏതാണ്ട് ലാസ്റ്റ് ചോദ്യമാണ്. എന്റെ പേര് തമന്ന. സോ നേരത്തെ പറഞ്ഞ കാര്യത്തിനെ പറ്റി ചോദിക്കാനായിരുന്നു. പൈസ ഉണ്ടാക്കാൻ അറിയാവുന്ന തന്നെ വിജയിപ്പിച്ചിട്ടില്ലേ കാര്യമുള്ളൂ എന്ന് ചോദിച്ചിട്ട്. ഇപ്പം അത് ശരിയാണ്. കാര്യം BMW പോകുന്ന ഒരാൾക്ക് പുറത്ത് വെയിലത്ത് ബസ് കാത്ത് നിന്ന് ബസ് പിടിച്ച് പോകുന്ന ഒരാളുടെ വിഷമം മനസ്സിലാവാൻ അറിയില്ലല്ലോ. ഇപ്പം നമ്മൾ ഇലക്ട് ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു റെപ്രസെന്റേറ്റീവ് തന്നെയല്ലേ? ആ ചോദ്യത്തിന് ഉത്തരം പണ്ട് ബസ്സിൽ പോയിരുന്ന ഇപ്പോൾ ബെഞ്ചിൽ പോയിരുന്ന അല്ല, അത് നമ്മള് അങ്ങനെ പോകുന്ന ഒരാൾക്ക് ഇപ്പുറത്തെ സൈഡ് അറിയില്ല എന്ന് പറയുന്നത് നമ്മൾ വെറുതെ പറയുന്നതാണ്. മനുഷ്യന്റെ പ്രാഥമിക പ്രശ്നങ്ങൾക്ക് ഒരു വിധത്തിൽപ്പെട്ട എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മനസ്സിലാകുന്ന ഒന്നാണ്. ഞാൻ പറഞ്ഞത് ബെൻസിൽ പോകുന്ന ഒരാളെ ജയിപ്പിക്കണം എന്നുള്ളതല്ല, പണമുണ്ടാക്കാൻ അറിയുന്നവനെ ജയിപ്പിക്കണം. അല്ലാതെ ഇവൻ ഇതൊന്നും ഇല്ല അതുകൊണ്ട് ഇവനെ ജയിപ്പിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കേട്ട പ്രചരണം ഇതില്ലാത്ത ആളെ ജയിപ്പിക്കൂ എന്ന് പറയുന്നത് ഒരു മെറിറ്റായിട്ട് നമ്മൾ കണക്കാക്കരുത്. ഇതൊരു വലിയ സംഘാടനമുണ്ട്. ഒരു MLA അല്ലെങ്കിൽ ഒരു MP എന്നൊക്കെ പറയുന്ന ആൾക്ക് ഒരുപാട് പേരുടെ നിത്യജീവിതത്തിൽ ഇടപെടാനും സംഘാടനമൊക്കെ ഉള്ള കപ്പാസിറ്റി വേണം. അപ്പം അങ്ങനെ വലിയ തോതിൽ ചെയ്തിട്ടുള്ള ഒരാൾക്ക് സംഘാടനം സാധ്യമാണ്. നമ്മൾ ജനാധിപത്യ രാജ്യത്തല്ലേ, ദുബായിലെ ആളുകൾ സുഖമായിട്ട് ജീവിക്കണല്ലേ? ദുബായ് രാജഭരണമുള്ള സ്ഥലമല്ലേ, രാജാവിന് 4 ഫ്ലൈറ്റ് ഇല്ലേ? അപ്പോ ഞാൻ പറഞ്ഞ വാച്യാർത്ഥത്തിൽ ഒരു പണക്കാരനെ ജയിപ്പിക്കൂ എന്നുള്ളതല്ല, ഞാൻ പണം ഉണ്ടാക്കാൻ അറിയുന്നവനെ ജയിപ്പിക്കൂ എന്നുള്ളതാണ് പറഞ്ഞത്. 2, അവനും സാധാരണ ഉള്ള വിഷയങ്ങളെല്ലാം അറിയാൻ സാധിക്കും. അവർക്ക് സമൂഹത്തെ കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് അവരങ്ങനെ നിൽക്കുന്നതും എത്തുന്നതും എല്ലാം. ഇപ്പം തനിക്ക് പല എല്ലാ കാര്യങ്ങളും താൻ അനുഭവിച്ചതല്ല തനിക്കറിയാവുന്നത്. തനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ സൈനൈഡ് കഴിച്ചാൽ മരിക്കുമെന്ന് ഞാൻ കഴിച്ചു നോക്കിയിട്ടും മരിച്ചിട്ട് മനസ്സിലാക്കിയതല്ല. എനിക്ക് മുന്നേ മരിച്ചവനെ കണ്ട് ഞാൻ മനസ്സിലാക്കിയത് അല്ലേ. ഷോക്ക് അടിച്ചാൽ മരിക്കുമെന്ന് മനസ്സിലാക്കിയതും എനിക്കിതുവരെ ഷോക്ക് അടിച്ചിട്ടില്ല. അപ്പൊ അതെനിക്ക് മനസ്സിലാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, എനിക്കത് മനസ്സിലാവും. എനിക്ക് ആ ബോധ്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒന്ന് കഴിവുണ്ടെന്ന് പറയാം, കഴിവില്ലെന്ന് പറയാം. എല്ലാ തരത്തിലും ഒരാളെ നമ്മുടെ മുന്നിൽ ഒരു ഇമേജ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിൽ ഒരു ഇമേജ് ഇല്ലാത്തവനെ ജയിപ്പിക്കുന്നു എന്ന് പറയുന്ന ഇമേജാണ്, മറ്റൊന്ന് ഉണ്ട് എന്ന് പറയുന്ന ഇമേജാണ്, ബുദ്ധി ഇല്ല എന്ന് പറയുന്ന ഒരു ഇമേജാണ്, ബുദ്ധി ഉണ്ട് എന്ന് പറയുന്ന ഒരു ഇമേജാണ്. അങ്ങനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട വ്യക്തിയോ ആശയമോ പ്രസ്ഥാനമോ നമ്മളുടെ മുന്നിൽ അവർ കാണിച്ചു തന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് ശരിയാണോ എന്ന് ഒന്നും കൂടി ചിന്തിച്ച ശേഷം നമ്മളുടെ കൺക്ലൂഷൻ എത്തിയാൽ നമുക്ക് എല്ലാവർക്കും
ഒരുപോലെ നല്ലതായിരിക്കുന്നതാണ് കവി ഉദ്ദേശിച്ചത്. നമ്മുടെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു കാര്യം മൊത്തം പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മൾ തുടങ്ങാൻ നേരത്തൊരു ബെർണാഡ് ഷായുടെ കോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു എന്നല്ല, ആര് പറഞ്ഞു എന്ന് നമുക്ക് തോന്നുന്നില്ല. ബുദ്ധി ഉണ്ട് എന്നുള്ളതിനേക്കാൾ ബുദ്ധി ഉണ്ടെന്ന് തോന്നിക്കുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. ബെർണാഡ് ഷായുടെ കോട്ട് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു കാര്യം ബെർണാഡ് ഷാ പറഞ്ഞിട്ടില്ല. ഇതാണ് പറഞ്ഞത്. ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. വളരെ നന്ദി കേട്ടോ. ഇത് വളരെ രസകരമായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതിനപ്പുറം ഒരു വലിയ ഗൗരവമുള്ള വിഷയമാണ് പറഞ്ഞതെന്നുള്ള അവകാശവാദങ്ങളോ ബോധ്യങ്ങളോ ഞങ്ങൾക്കുമില്ല. നിങ്ങളുടെ വലിയൊരു സമയത്തിന് ഒരുപാട് നന്ദി ഈ അവസരത്തിൽ പറയുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു സാർ. ഇത്രയും നേരം ചിരിയിലൂടെയും ചിന്തയിലൂടെയും നമ്മളോട്. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ സി ഓഫ്.